ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓക്കെ, അപ്പോൾ SSC CGL പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിലെ പെർസെൻറ്റേജ് എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 10 ക്വസ്റ്റ്യൻസ് മാത്രമേ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇന്ന് അതിലേറെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം. അഥവാ ഞാൻ ടൈം ലൈൻ ഇട്ടാണ് ഇപ്പോൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 1 മണിക്കൂർ എന്നാണ് ടൈം ലൈൻ. അപ്പോൾ ചിലപ്പോൾ 1.25 മണിക്കൂറൊക്കെ ആകും. ഓക്കെ, അത് നിങ്ങൾക്കൊരു കൺവീനിയന്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ആ രീതിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ രീതി ഫോളോ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ ക്ലാസ് പോയാൽ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഏറിപ്പോയാൽ ഒരു 1.25 മണിക്കൂർ അത്രയൊക്കെ പോവുള്ളൂ ഓരോ ക്ലാസ്സും. ഓക്കെ, അതൊന്നൊരു നിങ്ങൾക്കൊരു വിഷയമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയന്റ് ഈ രീതിയിലാണ് എന്ന് സാറ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, 1 മണിക്കൂറിനുള്ളിൽ നിർത്തുക അല്ലെങ്കിൽ ഒരു 1.25 മണിക്കൂറിനുള്ളിൽ നിർത്തുക എന്നുള്ളത് ആ ഒരു കാര്യം ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കൺവീനിയന്റ് എങ്ങനെയാണെന്ന് ഒന്നുകൂടി എന്നെ അറിയിച്ചാൽ നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്താണ് അതിന്റെ പെർസെന്റേജിന്റെ പാർട്ട് 2 ആണ്. ഫസ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. If the price of petrol is increased by 81%, by what percentage should the consumption of petrol decreased by the consumer? The expenditure on the petrol remains unchanged. ഇതും നല്ല രീതിയിൽ ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ് അല്ലെ. പെട്രോളിന്റെ പ്രൈസ് കൂടി എത്രയാ? 81%. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ആണ് എക്സ്പെൻഡിച്ചർ. അതാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഫസ്റ്റ് കാര്യം. പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ആണ് എക്സ്പെൻഡിച്ചർ. അഥവാ ഇപ്പോ 1 കിലോ പഞ്ചസാരയുടെ വില പ്രൈസ് RS എന്ന് പറയുന്നത് 30 രൂപയാണ്. 1 കിലോ പഞ്ചസാരയുടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. എനിക്ക് ഒരു മാസത്തേക്ക് 4 കിലോഗ്രാം പഞ്ചസാര വേണമെന്ന് വിചാരിക്കുക. എന്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്കൊരു മാസത്തേക്ക് 4 കിലോഗ്രാം പഞ്ചസാര വേണം. ഓക്കെ, അപ്പൊ എനിക്ക് പഞ്ചസാരയിലുള്ള ഒരു മാസത്തെ എക്സ്പെൻസ് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ, അഥവാ എന്റെ ഫാമിലിയുടെ കൺസപ്ഷൻ അല്ലെ, എത്രയാ? 4 കിലോഗ്രാം ആണ്. 30 × 4 എന്താ വരിക? 120 രൂപ. ഇതാണെന്ത്? എനിക്ക് ഒരു മാസത്തേക്ക് പഞ്ചസാരയിലുള്ള എക്സ്പെൻസ്. ക്ലിയർ അല്ലേ? അപ്പോ പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ആണെന്ത്? എക്സ്പെൻഡിച്ചർ. അഥവാ എന്റെ എക്സാമ്പിൾ ഇതാണ്. 1 കിലോഗ്രാം പഞ്ചസാരയുടെ വില 30 രൂപ. എനിക്കൊരു മാസത്തേക്ക് 4 കിലോഗ്രാം പഞ്ചസാര ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ പഞ്ചസാരയിലുള്ള ഒരു മാസത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താ? 30 × 4 പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ആണെന്ത്? ആ 4 കിലോഗ്രാം എന്റെ ആവശ്യം അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി കൺസ്യൂം ചെയ്യുന്നത്. അതാണെന്ത്? 4 കിലോഗ്രാം. 30 × 4 അങ്ങനെ 120 രൂപയാണെന്ത് എനിക്ക് ഒരു മാസത്തേക്ക് പഞ്ചസാരയിലുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് ഇക്വേഷൻ. പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ആണെന്ത്? എക്സ്പെൻഡിച്ചർ. ഇനിയും ഇവിടെ എങ്ങനെ ചോദ്യം? The price of petrol increased by 81%. പ്രൈസ് എന്തായി? 81% കൂടി. അപ്പൊ 81% കൂടി എന്ന് പറയുമ്പോൾ എന്താവും? പ്രൈസ് 81% കൂടി എന്ന് പറയുമ്പോൾ പ്രൈസ് 100 ഉള്ളത് എന്താവും? 100 ഉള്ളത് 181 ആവും. 181 ആവും. ഓക്കെ, പ്രൈസ് 81% കൂടി. പ്രൈസ് 100 ഉള്ളത് എന്താവും? 181 ആവും. അപ്പോൾ കൺസപ്ഷൻ എത്ര കുറക്കണം? 181 ഉള്ളത് 100 ആയി കുറയും. ഓക്കെ, പ്രൈസ് എന്തായി അല്ലെ? നമുക്ക് എന്താ വേണ്ടത്? അതിന്റെ എക്സ്പെൻസ് ഞാൻ വീണ്ടും പറയാം, അത് ഒറ്റടിക്ക് പറയണ്ട, ഒരു കൺഫ്യൂഷൻ വരാം. ഇതാകും ആദ്യം നമുക്കറിയാവുന്ന കാര്യം. പ്രൈസ് 81% കൂടി എന്ന് പറയുമ്പോൾ പ്രൈസ് 100 ഉള്ളത് 181 ആയി. അത് ഓക്കെയാണ് അല്ലെ. പ്രൈസ് 81% കൂടി എന്ന് പറയുമ്പോൾ പ്രൈസ് എന്തായി? 100 ഉള്ളത് 181 ആയി. അപ്പൊ കൺസപ്ഷൻ എത്ര കുറക്കണം? എക്സ്പെൻഡിച്ചർ റിമെയിൻസ് അൺചേഞ്ച്ഡ് അല്ലെ. എക്സ്പെൻഡിച്ചർ ചേഞ്ച് ആകാൻ പാടില്ല. അപ്പൊ ഇവിടെയും ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടണം, ഇവിടെയും ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടണം. അപ്പോ ഇവിടെ 100 ഉള്ള 181 എന്നുള്ള രീതിയിൽ എഴുതിയാൽ ഇവിടെയും കോൺസ്റ്റന്റ് വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതണം? ഇവിടെ 181 ഉള്ളത് 100 ആയി എന്നുള്ള രീതിയിൽ എഴുതണം. അപ്പോഴാണ് ഇവിടെ 100 × 181 181 × 100 എന്താണ്? ഇവിടെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ നിൽക്കുള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, അറിയുന്ന ആൾക്കാർക്ക് ഇത് ഓൾറെഡി കണ്ട ആൾക്കാരാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വരാറുണ്ട് ഈ ടൈപ്പില്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, മുമ്പത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, അഥവാ നമ്മുടെ ആപ്പിലൊക്കെ ഉള്ള ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ.
അപ്പൊ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാണ്, ഇവിടെ പ്രൈസ് 81% കൂടി എന്ന് പറയുമ്പോൾ എന്താണ് ആദ്യം പ്രൈസ് 100 ആണെങ്കിൽ അത് 81, 100ന്റെ 81% എന്താ 81 ആണ് അല്ലെ. അപ്പൊ 81 കൂടി 181 ആയി. അപ്പൊ പ്രൈസ് 100 ഉള്ളത് 181 ആയി. അപ്പൊ കൺസെപ്ഷൻ എങ്ങനെ ആവണം? 181 100 ആ രീതിയിൽ വരണം, എങ്കിൽ മാത്രമേ ഇവിടെ എക്സ്പെൻസ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് നിൽക്കുള്ളൂ അല്ലെ. ഇവിടെ 100 × 181 എന്ത് വരും? 18,100. ഇവിടെയും 18,100. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയി നിൽക്കുള്ളൂ. ഓക്കെ, ഇനി ചോദ്യം എന്താ? ഹൗ മച്ച് പെർസെന്റേജ് ബൈ വാട്ട് പെർസെന്റേജ് ഷുഡ് കൺസപ്ഷൻ ഓഫ് പെട്രോൾ ഡിക്രീസ്ഡ് അല്ലെ. എന്താ പെട്രോളിന്റെ കൺസപ്ഷൻ എത്ര പെർസെന്റേജ് കുറക്കണം? ദ കൺസ്യൂമർ ഇഫ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് പെട്രോൾ റിമൈൻസ് അൺചേഞ്ച്ഡ്. അഥവാ 181 എന്നുള്ളത് 100 ആയി, അഥവാ 81 കുറക്കണം. എന്തെന്ന് 81 കുറഞ്ഞു? എന്തെന്ന് 181. അപ്പോൾ 81/181 × 100 ഇത്ര പെർസെന്റേജ് ആണ് എന്ത് ചെയ്യുക? കൺസപ്ഷൻ കുറക്കേണ്ടി വരിക. ഇത്രയും പെർസെന്റേജ് ആണ് കൺസപ്ഷൻ കുറക്കേണ്ടി വരിക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എങ്ങനെ വരും? 810 ഡിവൈഡ്/181. ഇനി കാൽക്കുലേഷൻ ആണ്. 181 810 നോക്കുമ്പോ 5 പ്രാവശ്യം എന്തായാലും പോലെ 4 പ്രാവശ്യം നോക്കൂ. 4 പ്രാവശ്യം എങ്ങനെ വരിക? 181 × 4 എന്താ വരിക? 4 32 2 ഇഷ്ടം 3 7 724 വരും. ഇപ്പൊ 4 പ്രാവശ്യം പോകും. 724 ആണ് വരിക. 724 പിന്നെ ബാക്കി 724 മാറും. 730 730 70 800 800 10 880. അപ്പോ 70 10 80 86 ബാക്കി 860. 860 എത്ര പ്രാവശ്യം പോകുള്ളൂ? 5 പ്രാവശ്യം പോവുക? ഇല്ല, 5 പ്രാവശ്യം പോകില്ല. എന്താണ് കാരണം? 4 പ്രാവശ്യം പോവുള്ളൂ. വീണ്ടും 4 പ്രാവശ്യം. 44 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 44 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻ ഡി ആണ്. ഇങ്ങനെ നോക്കിയാൽ മതി. കംപ്ലീറ്റ് ആയിട്ട് അത് കാണേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മുടെ ഓപ്ഷൻസിൽ നമുക്ക് എവിടെ ആൻസർ കിട്ടുന്നോ അവിടെ നമുക്ക് നിർത്തി പോവാം. അപ്പൊ ഏതാണ് ആൻസർ? 44.75%. ഇതാണ് എന്ത് നമ്മുടെ ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഒരിക്കൽ കൂടി പറയാം, ശ്രദ്ധിക്കുക. ദ പ്രൈസ് ഓഫ് പെട്രോൾ ഇൻക്രീസ്ഡ് ബൈ 81%. പ്രൈസ് 80% കൂടി. അപ്പൊ എന്താണ്? പ്രൈസ് 100 ഉള്ളത് 181 ആയി. ഓക്കെ, അപ്പൊ കൺസപ്ഷൻ എത്ര കുറക്കണം? എക്സ്പെൻഡിച്ചർ റിമെയിൻസ് അൺചേഞ്ച്ഡ്. എക്സ്പെൻഡിച്ചർ ചേഞ്ച് ആവാൻ പാടില്ല അല്ലെ. അപ്പൊ ഇവിടെയും ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താവണം? 181 ഉള്ളത് 100 ആവണം. അപ്പൊ എക്സ്പെൻഡിച്ചർ 81 കുറക്കണം. എന്തിൽ നിന്ന്? 181 നിന്ന്. അപ്പോ 81 /181 × 100 അഥവാ 44.75%. ഇതായിരിക്കും എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. 44.75%. ഓപ്ഷൻ ഡി ആണെന്ത് നമ്മുടെ ഈ ഫസ്റ്റ് ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആയി വിചാരിക്കുന്നു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോവാം. രണ്ടാമത്തെ ചോദ്യം. Soham's initial expenditure and savings were in the ratio of 5:3. His income increases by 25%. If his initial savings were 4,500, find his income after the increment. Okay. സോഹം എന്ന ആളുടെ ഇനീഷ്യൽ എക്സ്പെൻഡിച്ചറും സേവിങ്സ് തമ്മിലുള്ള റേഷ്യോ എന്താണ്? 5:3 ആണ്. ഓക്കെ, സിമ്പിൾ ആണ്, ശ്രദ്ധിക്കുക. സോഹം എന്ന ആള് അദ്ദേഹത്തിന്റെ എക്സ്പെൻഡിച്ചറും സേവിങ്സും തമ്മിലുള്ള റേഷ്യോ എന്താണ്? 5:3 ആണ്. അഥവാ 5 യൂണിറ്റ് എക്സ്പെൻഡിച്ചറും സേവിങ്സ് 3 യൂണിറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിലും കാര്യം ചോദിക്കട്ടെ, ഇവിടുത്തെ ഇൻകം എന്തായിരിക്കും? എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് അല്ലേ ഇൻകം. അപ്പൊ ഇൻകം എത്ര യൂണിറ്റ് ആയിരിക്കും? 5 + 3 8 യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, 8 യൂണിറ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ആ രീതിയിലാണ് വരിക. ഇനി ഇവിടെ പറഞ്ഞത് ഹിസ് ഇനീഷ്യൽ സേവിങ്സ് വർ 4,500. അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ സേവിങ്സ് 4,500 ആണ്. അപ്പൊ എന്ത് പറയാം? ഈ 3 യൂണിറ്റിന്റെ വാല്യൂ ആണ് എന്ത്? 4,500. അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ സേവിങ്സ് 4,500 ആണ്. അഥവാ ആ 3 യൂണിറ്റിന്റെ വാല്യൂ ആണ് 4,500. ഓക്കെ, 3 × 15 ആണ് എന്ത്? 45. അഥവാ 3 × 1,500 ആണ് എന്ത് വരിക? 4,500 വരിക. ഓക്കെ, അപ്പൊ 5 യൂണിറ്റ് എന്താ വരിക? ഇതൊക്കെ റേഷ്യോസ് അല്ല. അപ്പൊ 5 യൂണിറ്റ് എന്താ വരിക? 5 × പക്ഷെ 5 യൂണിറ്റ് അവിടെ എന്താ? ഓക്കെ, അത് 5 യൂണിറ്റ് കാണേണ്ട ആവശ്യം. ഇൻകം ആണ് വേണ്ടത്. ഇഫ് ഹിസ് ഇനീഷ്യൽ സേവിങ്സ് വർ 4,500, ഫൈൻഡ് ഹിസ് ഇൻകം ആഫ്റ്റർ ദി ഇൻക്രിമെന്റ്. ഇൻകം ആണ് വേണ്ടത്. അപ്പൊ 8 യൂണിറ്റ് നോക്കുക. 8 × 15 എന്ത് വരും? 80 40 120. അപ്പൊ 12,000. 12,000 ആണെന്ത്? ഇൻകം. എപ്പോഴത്തെ ഇൻകം? ഇപ്പോഴത്തെ ഇൻകം അല്ലെ. പിന്നെ ആ ഇൻകം 25% കൂടുന്നുണ്ട്.
12,000 25% എന്താ 12,000/1/4 അല്ലെങ്കിൽ 12,000/4 ചെയ്താൽ മതി. അതാണ് എന്ത് 25%. എന്താ വരിക 3,000. ഓക്കെ, 12,000 + 3,000, 12,000 + 3,000 എന്ത് വരും? 12,000 + 3,000 15,000. അതായിരിക്കും എന്ത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഇൻകം എന്ന് പറയുന്നത്. 12,000 + 3,000 15,000. സെക്കൻഡ് ഓപ്ഷൻ ആണ് എന്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഒരിക്കൽ കൂടി പറയാം, സിമ്പിൾ ചോദ്യമാണ്, അങ്ങനെ ആവർത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എങ്കിൽ കൂടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അഥവാ ഒന്നുമില്ല, ഇവിടെ എക്സ്പെൻഡിച്ചറിന്റെയും സേവിങ്സിന്റെയും റേഷ്യോ മക്കളെ 5:3 ആണ്. 5:3. നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻകം ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് അല്ലേ? എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് അല്ലേ ഇൻകം? അപ്പൊ ഇൻകം എത്ര യൂണിറ്റ് ആവും? 5 + 3 8 യൂണിറ്റ് ആയിരിക്കും. അപ്പൊ ഇൻകം, എക്സ്പെൻഡിച്ചർ, സേവിങ്സ് എന്നിവയുടെ റേഷ്യോ 8:5:3 ആണ്. അതിലൊരു വേല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇഫ് ഇസ് ഇനീഷ്യൽ സേവിങ്സ്, ആദ്യത്തെ സേവിങ്സ് എത്രയാ? 4,500. അപ്പൊ അത് തന്നാൽ നമുക്ക് ബാക്കി വാല്യൂസ് കാണാം. അഥവാ ഇവിടുത്തെ 3 യൂണിറ്റിന്റെ വാല്യൂ ആണ് എന്ത് 4,500. ഓക്കെ, 3 × 1,500 ആണ് 4,500. അപ്പൊ 8 യൂണിറ്റ് എന്ത് വരും? 8 × 1,500 എന്ത് വരും? 8 × 1,500 12,000 വരും. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഇൻകം എന്ന് പറയുന്നത് 12,000 ആണ്. ഓക്കെ, പിന്നെന്താണ് 25% ഇൻകം ഇൻക്രീസ് ആയി. അപ്പൊ 12,000 25% എന്താ? 12,000/4 അല്ലെ? 25% നമ്മൾ 1/4 ആണ്. 12,000/4 ചെയ്താൽ മതി. എന്ത് വരും? 3,000 വരും. 12,000 3,000 കൂട്ടിയാല് 15,000 ആയിരിക്കും എന്ത് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഇൻകം. 25% ഇൻക്രീസ് ആയതിനു ശേഷം ഉള്ള അദ്ദേഹത്തിന്റെ ഇൻകം 15,000 രൂപയായിരിക്കും. സെക്കൻഡ് ഓപ്ഷൻ ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോവാം. മൂന്നാമത്തെ ചോദ്യം സിമ്പിൾ ചോദ്യമാണ്. ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാംഗിൾ ആർ ഇൻക്രീസ്ഡ് ബൈ 8% ആൻഡ് 5% റെസ്പെക്റ്റീവ്ലി. ബൈ ഹൗ മച്ച് പെർസെന്റേജ് വിൽ ബി ദി ഏരിയ ഓഫ് റെക്ടാംഗിൾ ഇൻക്രീസസ്? സ്ഥിരമായിട്ട് കോമൺ ആയിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മുമ്പ് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ എന്താണ് ഇതെങ്ങനെ ചെയ്യാം? ഇവിടെ ആദ്യം നമുക്ക് വേണ്ടത് ഏരിയ ഓഫ് റെക്ടാംഗിൾ ആണ്. എത്ര പെർസെന്റേജ് ഇൻക്രീസ് ആയി? അപ്പൊ ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഇവിടെ പിന്നെ വന്ന റെക്ടാംഗിളിന്റെ ഏരിയ എന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം. അതിന്റെ ആ ഇക്വേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലെ? റെക്ടാംഗിളിന്റെ ഏരിയ എന്നാണ് ഇവിടുത്തെ മെയിൻ കാര്യം. അതിന്റെ ഇക്വേഷൻ ആണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോ ലെങ്ത് എത്ര ശതമാനം കൂടി? 8% കൂടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇങ്ങനെ പറയാം, 100 ഉള്ളത് 108 ആയി. അങ്ങനെ പറയാം. ഇനി ചെറുതാക്കി പറയുമ്പോ 8% എന്ന് പറഞ്ഞാൽ എന്താണ്? 8/100. ചെറുതാക്കിയാൽ 4/50. വീണ്ടും ചെറുതാക്കിയാൽ 2/25. ഓക്കെ, അപ്പോ ലെങ്ത് 8% കൂടി എന്ന് പറയുമ്പോ 25 ഉള്ളത് 27 ആയി എന്ന് പറയാം. ഓക്കെ, ലെങ്ത് 8% കൂടി എന്ന് പറയുമ്പോൾ 25 ഉള്ളത് 27 ആയി എന്ന് പറയാം. അല്ലെങ്കിൽ 100 ഉള്ളത് 108 ആയി, അങ്ങനെയും പറയാം. പക്ഷെ അത് ചെറുതാക്കി നമുക്ക് പറയാം 25 ഉള്ളത് 27 ആയി. ആ 100:108 എന്നുള്ളത് നമുക്ക് ചെറുതാക്കി വന്നാൽ എന്ത് വരും? 25:27 എന്നുള്ള രീതിയിൽ വരും. പിന്നെ ബ്രെഡ്ത്ത് 5% ഇൻക്രീസ് ആയി. നമുക്ക് എല്ലാവർക്കും അറിയാം 5% എന്ന് പറഞ്ഞാൽ എന്താണ്? 1/20 ആണ്. 5% ഇൻക്രീസ് ആയി എന്ന് പറയുമ്പോൾ എന്താണ്? 20 ഉള്ളത് ഈ 1 കൂടി 21 ആയി. ഈ റേഷ്യോ മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. വളരെ ഇമ്പോർട്ടന്റ് മെത്തേഡ് ആണ്. ആവാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക് ക്ലാസ്സുകളിലോട്ട് വീണ്ടും തിരിച്ചു പോയിട്ട് നിങ്ങൾ അതൊന്ന് സെറ്റ് ആക്കി എടുക്കണേ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഥവാ ഞാൻ ഇവിടെ പറയുന്ന കാര്യം, ഈ 8% എന്ന് പറഞ്ഞതിന്റെ ഫ്രാക്ഷൻ വാല്യൂ അഥവാ പെർസെന്റേജ് ഫ്രാക്ഷൻ കൺവേർഷൻ എന്താണ്? നമ്മൾ സാധാരണ പെർസെന്റേജിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യേതാണ് പെർസെന്റേജ് ഫ്രാക്ഷൻ കൺവേർഷൻ ആണ് അല്ലെ? നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻസ് ഒരുപാട് ചെയ്യാറുണ്ട്. 16/2/3% 1/6 ആണ്. 14/2% 1/7 ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ എന്താ പറയാ, അത് പഠിച്ചു വെക്കുക, അത് മനസ്സിലറിഞ്ഞിരിക്കുക എന്നുള്ളത് എന്താണ് വളരെ ഇമ്പോർട്ടന്റ്. അത് മാത്രമല്ല, ഇപ്പൊ 20% നമ്മൾ 1/5 ആണ്. അഥവാ ഒരു പെർസെന്റേജ് തന്നാൽ അതിനെ പെട്ടെന്ന് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാനും കഴിയണം, ഫ്രാക്ഷൻ പെർസെന്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഓൾമോസ്റ്റ് പഠിച്ച ഒരു പകുതി എത്തിയ ആളാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ 8% നമ്മൾ 2/25 ആണ്. അല്ലെങ്കിൽ 8/100 ചെറുതാക്കിയാൽ 4/50, വീണ്ടും ചെറുതാക്കിയാൽ 2/25. അപ്പൊ 8% ഇൻക്രീസ് ആയി എന്ന് പറയുമ്പോൾ 25 ഉള്ളത് 2 കൂടി 27 ആയി. ഓക്കെ, അതേപോലെ 5% ഇൻക്രീസ് ആയി എന്ന് പറയുമ്പോൾ 20 ഉള്ളത് 21 ആയി. ആ രീതിയിലാണ്. അപ്പൊ ഏരിയ എത്ര കൂടും? ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് അല്ലേ ഏരിയ? 25 × 2500. ഓക്കെ, 27 × 21 എന്ത് വരും? 27 × 21 7
എന്താണ് 2ഉം 14ഉം 16 ഇഷ്ടം 1 567. അപ്പോ ഏരിയ എന്തായി? ഏരിയ കാണുന്നത് 2 ഗുണിക്കുക. ഓക്കെ, ഇത് ഇപ്പൊ ഇവിടെ റെക്ടാങ്കിളിന്റെ ഏരിയ മാത്രമേ റെക്ടാങ്കിളിന്റെ ഏരിയയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇതേപോലെ തന്നെ എന്താ പറയാ നമ്മുടെ ജോമെട്രിക്കൽ ഫിഗേഴ്സിന്റെ ഒരുപാട് അഥവാ സ്പിയർ, അതേപോലെ സിലിണ്ടർ, അതുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയണം. അപ്പൊ നിങ്ങൾ ഓൾറെഡി ജോമെട്രി പഠിക്കുന്ന ജോമെട്രി പഠിക്കുന്ന അല്ലെങ്കിൽ മെൻസുറേഷൻ പഠിക്കുന്ന ആൾക്കാരാണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോ എന്താ പറയാ, അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം സിലിണ്ടറിന്റെ വോളിയം ഇക്വേഷൻ എന്താ? പൈ ആർ സ്ക്വയർ എച്ച്. ഓക്കെ, ഇവിടെ വോളിയം അങ്ങനെ ഇവിടെ പൈ ആർ സ്ക്വയർ എച്ച്. അപ്പൊ ഇവിടെ ഈ പൈ കോൺസ്റ്റന്റ് അത് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു പെർസെന്റേജ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇവിടെ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ആറും 1 എച്ച് എടുക്കേണ്ടത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഞാൻ പറയാൻ എന്താ ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, നമ്മുടെ ക്ലാസ്സുകൾക്ക് അത് ചെയ്തതാണ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, അത് നല്ല രീതിയിൽ ചോദിക്കാറുണ്ട്. അത് കുറെ കാലം മുമ്പേ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും ചോദിക്കുന്നുണ്ട് അല്ലെ, ഇപ്പോഴും അത് ആവർത്തിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഏരിയ എന്തായി? 500 ഉള്ളത് 567 ആയി. അപ്പൊ എന്തായി? 67 കൂടി ഏതിൽ നിന്ന്? 500ൽ നിന്ന്. അപ്പൊ 67 ഡിവൈഡ് ബൈ 500 × 100 ഇതായിരിക്കും എന്ത്? നമ്മുടെ പെർസെന്റേജ് ഇൻക്രീസ്. ഏരിയയിലുള്ള പെർസെന്റേജ് ഇൻക്രീസ് 67 ഡിവൈഡ് ബൈ 500 × 100. 0 0 ക്യാൻസൽ. 67/5 എന്താ വരിക? 67 ഡബിൾ 120 134 134 വരും. 67 ഡബിൾ 134. ഒരു സ്ഥാനം മാറി പോയിന്റ്. അപ്പൊ 13.4%. അതാണ് എന്ത്? കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? 13.4%. ഓക്കെ, അപ്പൊ ലെങ്ത് 25 8% കൂടി എന്ന് പറയുമ്പോൾ ലെങ്ത് 25 ഉള്ളത് 27 ആയി. ബ്രെഡ്ത്ത് 5% കൂടി എന്ന് പറയുമ്പോൾ 20 ഉള്ളത് 21 ആയി. അപ്പൊ ഏരിയ രണ്ടും ഗുണിക്കുക. 500 ഉള്ളത് 567 ആയി. അപ്പൊ 67 കൂടി ഏതിൽ നിന്ന്? 500ൽ നിന്ന്. അപ്പൊ 67 ഡിവൈഡ് ബൈ 500 × 100 13.4% എന്ത് ചെയ്യുക? ഏരിയ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവുക. അതാണ് എന്ത്? നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റിനോട്ട് പോവാം. 4ാമത്തെ ചോദ്യം. The ratio of expenditure to savings of a woman is 5:1. If her income and expenditure are increased by 10% and 20% respectively, find the percentage change in her savings. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഒരു വുമന്റെ എക്സ്പെൻഡിച്ചറും സേവിങ്സും തമ്മിലുള്ള റേഷ്യോ എന്താണ്? 5:1 ആണ്. അപ്പൊ ഇൻകം എന്തായിരിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻകം ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് അല്ലേ. അപ്പൊ എക്സ്പെൻഡിച്ചർ സേവിങ്സ് നമ്മൾ റേഷ്യോ 5:1 ആണെങ്കിൽ ഇൻകത്തിന്റെ റേഷ്യോ എന്തായിരിക്കും? 5 + 1 6 ആയിരിക്കും. ഓക്കെ, അപ്പൊ 6:5:1 ആണെന്ത്? ഇൻകവും എക്സ്പെൻഡിച്ചറും സേവിങ്സും തമ്മിലുള്ള റേഷ്യോ. ശ്രദ്ധിക്കുക, 6:5:1. ഓക്കെ, അപ്പൊ നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് റേഷ്യോസ് ആണ്. ഈ 6ഉം 5ഉം 1 എന്താണ്? റേഷ്യോസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് ഈ 6 ഞാൻ എന്താക്കി എഴുതി? 600 എന്ന് എഴുതി. കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് 5 എന്താക്കി എഴുതി? 500 എന്ന് എഴുതി. ഓക്കെ, 1 100 എന്ന് എഴുതി. അഥവാ എന്ത് ചെയ്തു? 100 കൊണ്ട് ഗുണിച്ചു. അങ്ങനെ ചെയ്താൽ എന്താണ്? കാൽക്കുലേഷൻസ് വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ടാണ്. പിന്നെ അടുത്തത് എന്താ? Her income and expenditure increased by 10% and 20% respectively. ഇൻകം 10% കൂടി. അപ്പൊ 60ന്റെ 10% എന്താ? 600ന്റെ 10% എന്താ? 60. അപ്പോ 600ഉം ആ 10% 60ഉം കൂടിയിട്ട് എന്താവും? 660 ആവും. ഇൻകം 10% കൂടി, 600ന്റെ 10% എന്താണ്? 60 ആണ്. അപ്പൊ 600ഉം ആ 60ഉം കൂടിയിട്ട് 660 ആവും. പിന്നെ എക്സ്പെൻഡിച്ചർ 20% കൂടി, എക്സ്പെൻഡിച്ചർ പെർസെന്റേജ് കൂടി, 20% കൂടി. 500ന് 20% എന്താ? 500ന് 10% 50 ആണ്. 20% എന്ത് വരും? 50ന് ഡബിള് 100. അപ്പൊ 20% കൂടിയാൽ 500 + 100 600 ആവും. ഓക്കെ, അപ്പൊ ഇൻകം 660ഉം എക്സ്പെൻസ് 600ഉം. അപ്പൊ സേവിങ്സ് എന്തായിരിക്കും? സേവിങ്സ് 60 ആയിരിക്കും. ഇൻകം 660ഉം എക്സ്പെൻസ് 600ഉം. അപ്പൊ സേവിങ്സ് എന്തായിരിക്കും? 60 ആയിരിക്കും. ചോദ്യം എന്താണ്? ഫൈൻഡ് പെർസെന്റേജ് ചേഞ്ച് ഇൻ ഹെർ സേവിങ്സ് അല്ലെ. അദ്ദേഹത്തിന്റെ സേവിങ്സിനുള്ള പെർസെന്റേജ് ചേഞ്ച്. 100 ഉള്ളത് 60 ആയി എന്ന് പറയുമ്പോൾ എന്താണ്? 40 കുറഞ്ഞു. അതന്നെയാണ് എന്ത്? ഏതെന്നാ കുറഞ്ഞത്? 100 കുറഞ്ഞത്. അപ്പൊ പ്രത്യേകം ഈ പെർസെന്റേജ് കാണേണ്ട ആവശ്യമില്ല. 40% കുറഞ്ഞു എന്നതിനായിരിക്കും ആൻസർ. 4th ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഇപ്പൊ ഇങ്ങനെ ചെയ്താലും 40 ഏതെന്ന് കുറഞ്ഞു? 100. അപ്പൊ 40 ഡിവൈഡ് ബൈ 100 × 100 ഇങ്ങനെ വരിക. ഈ 100 ക്യാൻസൽ ആവുമല്ലോ. അതുകൊണ്ട് 100 പറഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പെർസെന്റേജ് എന്നുള്ള രീതിയിൽ ആ രീതിയിൽ തന്നെ വരിക. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. അപ്പൊ 100 ഉള്ളത് 60 എന്ന് പറയുമ്പോൾ 40 കുറഞ്ഞു. അപ്പൊ എന്ത് പറയാം?
40% കുറഞ്ഞു എന്ന് പറയാം. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ചോദ്യമാണ്. ഫോർത്ത് ഓപ്ഷൻ ആണ് എന്ത് കറക്റ്റ് ആൻസർ. അപ്പോ ഇൻകം ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ്. ഇൻകം എന്താണ്? ഓക്കെ, ആ വുമന്റെ എക്സ്പെൻസും സേവിങ്സും തമ്മിലുള്ള റേഷ്യോ 5:1. അത് ആദ്യം തന്നിട്ടുള്ളത്. അപ്പൊ ഇൻകം എന്താവും? 6 ആവും. അപ്പൊ നമ്മൾ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിനെ 100 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഇൻകം 600, എക്സ്പെൻസ് 500, സേവിങ്സ് എന്തായിട്ടുണ്ട്? 100 ആയിട്ടുണ്ട്. ഇനി ഇൻകവും എക്സ്പെൻഡിച്ചറും എന്താണ്? 10%, 20% എന്നിങ്ങനെ കൂടി. അപ്പോ എന്താണ്? 600ന്റെ 10% 60. അപ്പൊ 600 + 60 670. പിന്നെ 500ന്റെ 20% എന്താണ്? 100 അല്ലെ? 10% 50, 20% 100. അപ്പോ 500 + 100 600 ആവും. അപ്പൊ ഇൻകം 660 ആവും, എക്സ്പെൻസ് 660 ആവും. അപ്പൊ സേവിങ്സ് എന്താവും? ഇൻകം മൈനസ് എക്സ്പെൻസ് അല്ല സേവിങ്സ്. അപ്പൊ 660 - 600 60 ആയിരിക്കും എന്ത്? സേവിങ്സ്. അപ്പൊ 100 സേവിങ്സ് 60 ആയിട്ട് കുറഞ്ഞു. അപ്പൊ 40 കുറഞ്ഞു. ഏതെന്ന് പറഞ്ഞു? 100 കുറഞ്ഞു. അപ്പൊ എന്ത് പറയാം? 40%. 100 ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. 40% കുറഞ്ഞു എന്ന് പറയാൻ സാധിക്കും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. 4 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി. അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോവാം. 5ാമത്തെ ചോദ്യം. ഇനി ഇലക്ഷന്റെ ഒരു 2 ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ചോദ്യമാണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രക്ക് പണിയില്ല ഈ ചോദ്യം. ഇത് വളരെ സിമ്പിൾ ആണ്. രാജു, രവി, അശോക് 3 പേരുണ്ട് കണ്ടസ്റ്റന്റ് ഇൻ ഇലക്ഷൻ. 5% വോട്ടേഴ്സ് പോൾഡ് വർ ഇൻവാലിഡ്. ശ്രദ്ധിക്കണം കേട്ടോ. 5% ആൾക്കാർ വോട്ട് ചെയ്ത ആൾക്കാർ ഇൻവാലിഡ് ആണ്. രാജു ഗോട്ട് 30% ഓഫ് ടോട്ടൽ വോട്ട്, രവി ഗോട്ട്. അപ്പൊ രാജുവിന് എത്ര കിട്ടി? രാജുവിന് 30% കിട്ടി ടോട്ടൽ വോട്ടിന്റെ. രവിക്ക് കംപ്ലീറ്റ് ചെയ്ത രവിക്ക് 32% കിട്ടി. ഓക്കെ, രാജു, രവി, പിന്നെ ഉള്ളത് അശോക്. അപ്പൊ അശോകിന് എത്ര ആയിരിക്കും? രാജുവിന് 30, രവിക്ക് 32. 30 32 എന്താ? 62. അപ്പൊ 100 - 62 അല്ല അശോകിന് കിട്ടുമെന്ന് നിങ്ങൾ ആലോചിക്കും. പക്ഷെ അല്ല. കാരണം എന്താ? ഇവിടെ 5% വോട്ടില്ല. ശരിക്കും 100% വോട്ടാണ് ഉള്ളത് ആകെ. അല്ലെ, ടോട്ടൽ വോട്ട് എന്ന് പറയുമ്പോൾ 100%. പക്ഷെ 5% എന്താ? ഇൻവാലിഡാ. 5% ഇൻവാലിഡാ. അപ്പൊ 100 - 5 എന്ത് വരും? 95% ഉള്ളൂ അല്ലെ? ടോട്ടൽ ശരിക്കും 100% ഉണ്ട്. അതിൽ 5% ഇൻവാലിഡ്. അപ്പൊ ബാക്കി ഇനി 95% ഉള്ളൂ. അപ്പൊ 30 32 62. ബാക്കി എത്ര ഉണ്ട്? അശോകിന് എത്ര ഉണ്ടാവും? 62 3 65 65 30 95. 33% ആർക്കുണ്ടാവുക? അശോകിന് ഉണ്ടാവുക. 33% ആണ് അശോകിന് ഉണ്ടാവുക. അതല്ലാതെ 100ൽ ബാക്കിയുള്ളതല്ല. 38% ഇടരുത്. 38%. ഓക്കെ, മനസ്സിലായല്ലോ മക്കളെ? ഇവിടെ 100% വോട്ടാണ്. ടോട്ടൽ വോട്ട് എന്താണ്? 100% അത് കറക്റ്റ് ആണ്. പക്ഷെ എന്താ പ്രശ്നം? എന്താ? 5% വോട്ട് ഇൻവാലിഡ്. അപ്പൊ അത് കുറച്ചിട്ട് ബാക്കി 95% ഉള്ളൂ. അതിൽ 30% രാജുവിന്, രവിക്ക് 32%. ഓക്കെ, ബാക്കിയുള്ള 33% ആണിത് അശോകിന്. അപ്പൊ അത് 3 കൂട്ടി 30 + 32 + 33 എന്തായി? 95 ആയി. ടോട്ടൽ 95% വോട്ടേ ഉള്ളൂ അല്ലെ? കാരണം 5% എന്താണ്? ഇൻവാലിഡ് ആണ്. ഇപ്പൊ ഇവിടെ ഇതിൽ ആരാ ജയിച്ചിട്ടുണ്ടാവുക? രാജുന് 30%, രവിക്ക് 32%, അശോകിന് 33%. ആരാ ജയിച്ചത്? അശോകാണ് വിന്നർ അല്ലെ? കൂടുതൽ പെർസെന്റേജ് അല്ലേ അശോകിന്. അപ്പൊ അശോകാണ് വിന്നർ അല്ലെ? അശോകാണ് വിന്നർ. ചോദ്യം അടുത്ത് നോക്കൂ. ദ വിന്നർ ഗോട്ട് 5,136 മോർ വോട്ട് ദാൻ പേഴ്സൺ ഹു റിസീവ്ഡ് ലീസ്റ്റ് നമ്പർ ഓഫ് വോട്ട് അല്ലെ? വിന്നറിന് 5136 വോട്ട് കൂടുതലാണ്. ആരേക്കാൾ? ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയ ആളേക്കാൾ 5136. ഇവിടെ ഏറ്റവും കുറഞ്ഞ വോട്ട് ആർക്ക് കിട്ടിയിട്ടുണ്ടാവുക? രാജുവിനാണ്. ഇവനാണ് ഫസ്റ്റ് റണ്ണറപ്പ്. ഇവനാണ്. സെക്കൻഡ് റണ്ണറപ്പ് ആണ് രാജു. അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. 3 പേരേ ഉള്ളൂ. ജയിച്ച ആള് അശോക്, സെക്കൻഡ് ആള് രവി, മൂന്നാമത് തേർഡ് പൊസിഷൻ നിൽക്കുന്ന ആൾ എന്താണ്? അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ നമ്മൾ സാധാരണ ഇലക്ഷനിൽ എങ്ങനെ പറയാം? ഇവനാണ് ഫസ്റ്റ് പൊസിഷനിൽ, രവി സെക്കൻഡ് പൊസിഷൻ. ഈ രീതിയിൽ നമ്മൾ സാധാരണ ഇപ്പൊ ഡെയിലി ലൈഫിൽ ഇലക്ഷനിൽ പറയാം അല്ലെ? വിന്നർ അശോകാണ് ഫസ്റ്റ് പൊസിഷനില്, രവി സെക്കൻഡ് പൊസിഷനില്, രാജു തേർഡ് പൊസിഷനിൽ. അപ്പോ ലിസ്റ്റ് നമ്പർ ഓഫ് വോട്ട് കിട്ടിയത് തേർഡ് പൊസിഷൻ നിൽക്കുന്ന രാജുവിനാണ്. അവന് 30% ഉള്ളൂ അല്ലെ? അപ്പൊ എന്താണ്? ലിസ്റ്റ് നമ്പർ ഓഫ് വോട്ട് രാജുവിനാണ് അല്ലെ? വിന്നർ ഗോട്ട് 5,136 മോർ വോട്ട് ദാൻ ദി പേഴ്സൺ ഹു റിസീവ്ഡ് ലിസ്റ്റ് നമ്പർ ഓഫ് വോട്ട്. അപ്പോ വിന്നറിന് 33%, ലീസ്റ്റ് നമ്പർ രാജുവിന് അത് 30%. അപ്പൊ എത്രയാ ഡിഫറൻസ്? 3%. അതിന്റെ വാല്യൂ ആണത് ഈ 5136. എല്ലാവർക്കും മനസ്സിലാവും അല്ലെ? 5136. നമുക്ക് എന്താ വേണ്ടത്? ഫൈൻഡ് ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് പോൾഡ് അല്ലെ?
ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്, പോൾ ചെയ്ത ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് അല്ലെ. അപ്പോ 100% വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്, അതിൽ 5% വോട്ട് ഇൻവാലിഡ് ആണ്, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് പോൾഡ് എന്ന് പറയുമ്പോൾ എന്താ കാണേണ്ടത്? 100%ന്റെ വാല്യൂ ആണ് കാണേണ്ടത്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് പോൾഡ് എന്ന് പറയുമ്പോൾ 100% വാല്യൂ ആണ് കാണേണ്ടത്. നോക്കാം, ഇവിടെ 3 ക്യാൻസൽ ആക്കുമ്പോൾ ഇവിടെ 5-ൽ 1 3, ബാക്കി 21-ൽ 7 3, 3-ൽ 1 3, 6-ൽ 2. ഓക്കെ, അപ്പൊ എന്തൊരു 3 × 1712 ആണെന്ത് 5736. അപ്പൊ 100 × 1712 ചെയ്താൽ മതി. അപ്പൊ എന്തൊരു 171200 1,71,200. ഇതാണ് എന്ത് ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് എന്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഒരിക്കൽ കൂടി പറയാം മക്കളെ, ഇവിടെ എന്താ രാജു, രവി, അശോക് ഇവർ 3 പേരും കൂടി ഒരു ഇലക്ഷനെ കണ്ടസ്റ്റ് ചെയ്തു. അതിൽ 5% പോൾ ചെയ്ത് 5% വോട്ട് ഇൻവാലിഡ് ആയി. പിന്നെ ബാക്കി 95% ഉള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മാറിപ്പോകരുത്. അതിൽ രാജുവിന് 30% കിട്ടി, രവിക്ക് 32% കിട്ടി. 95-ന് ബാക്കി 33% അശോകാണ്. കൂടുതൽ പെർസെന്റേജ് അശോകിനായതുകൊണ്ട് അവനാണ് ജയിച്ചത്, വിന്നർ അല്ലെ. അശോകും അതേപോലെ ലീസ്റ്റ് നമ്പർ ഓഫ് വോട്ട് കിട്ടിയ രാജുവും അവർ തമ്മിൽ ഡിഫറൻസ് ആണെന്ത് 5736. അഥവാ ഇവിടുത്തെ 33-30 തമ്മിൽ ഡിഫറൻസ് 3% വാല്യൂ ആണെന്ത് 5736. അപ്പൊ 3 × 1712 ആണെന്ന് വരിക 5736. ഓക്കെ, അപ്പൊ 100% എന്ത് വരും? 100 × 1712 1,71,200 വരും. ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും എന്ത് നമ്മുടെ ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയി വിചാരിക്കുന്നു, സെറ്റ് ആയി വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ചെയ്യാൻ നമുക്ക്. ഇതും അതിനേക്കാൾ സിമ്പിൾ ആണ്. ഇൻ ആൻ ഇലക്ഷൻ 8% ഓഫ് വോട്ടേഴ്സ് ഡിഡ് നോട്ട് കാസ്റ്റ് ദെയർ വോട്ട്. 8% ആൾക്കാർ എന്ത് ചെയ്തിട്ടില്ല? വോട്ട് ചെയ്തിട്ടില്ല. 8% ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ല. 2 candidates contested in the election which the winning candidate got 48% of the total vote and won election by 1,100 vote. Find the total number of vote in the election, voters in the election, and given that all voters cast were valid. Okay, മക്കളെ, ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് എത്ര പെർസെന്റേജ് ആയിരിക്കും? എപ്പോഴും 100% ആയിരിക്കും, 100% ആയിരിക്കും അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് എപ്പോഴും 100% ആയിരിക്കും. ഇവിടെ എന്താ പ്രശ്നം? 8% ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ല. പക്ഷെ വോട്ടർ ലിസ്റ്റിലുള്ള ആൾക്കാർ തന്നെയാണ് വരും. പക്ഷെ അവര് വോട്ട് ചെയ്യാൻ വന്നില്ല. അവർക്ക് വോട്ട് ചെയ്യണ്ട അല്ലെ, വോട്ട് ചെയ്യാൻ വന്നില്ല. 8% ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ല. ഇനി ബാക്കി എത്ര പെർസെന്റേജ് വോട്ട് ചെയ്തിട്ടുള്ളൂ? 92% വോട്ട് ചെയ്തിട്ടുള്ളൂ. അതില് 48% ആണ് ആര് കിട്ടിയത്? വിന്നിംഗ് കാൻഡിഡേറ്റിന് കിട്ടിയത്. ഓക്കെ, അപ്പൊ ലോസ് ആയ ആൾക്കാർക്ക് എത്ര ഉണ്ടാവുക? 92 - 48. 100 - 48 അല്ല, 92 - 48 ആ കിട്ടിയിട്ടുണ്ടാവുക. എത്രയാണ് വരിക? 44% ആണ് ലോസ് ആയ ആൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ക്ലിയർ അല്ലേ? പിന്നെ എത്ര വോട്ടിനാണ് ജയിച്ചത്? 1700 വോട്ട്. അപ്പൊ വിന്നിംഗ് കാൻഡിഡേറ്റിന് 48%, ലോസ് ആയ ആൾക്ക് 44%. അപ്പൊ 4% വോട്ടിനാണ് ജയിച്ചത്. ആ 4%ന്റെ വാല്യൂ ആണെന്ത് 1100. ആ 4%ന്റെ വാല്യൂ ആണ് 1700. അപ്പൊ ടോട്ടൽ വോട്ട് എത്ര പെർസെന്റേജ്? 100%. എന്താ വരിക? 4 × 25 അല്ലേ 100. അപ്പൊ 1700 × 25 എന്താ വരിക? 10 × 25 250, 1 × 25 25, 250 225, 2 0. ഓക്കെ, ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് 25,500. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവിടെ 8% ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് പ്രശ്നമില്ല, കാരണം ചോദ്യം എന്താണ്? ചോദ്യം ശരിക്കും ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് വോട്ടാ. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്. 8% വോട്ടർ ലിസ്റ്റിലുള്ള ആൾക്കാർ ആണല്ലോ, അവര് വോട്ട് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് വോട്ടാ വേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് എണ്ണുമ്പോ ഇവര് വോട്ട് ചെയ്യാത്തത് അവരെ പ്രശ്നം അല്ല. അത് ടോട്ടൽ നമ്പർ ഓഫ് വോട്ടിൽ എന്താണ്? അത് ഇൻക്ലൂഡ് ആണ് അല്ലെ. അതെന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് വോട്ടിൽ ഇൻക്ലൂഡ് ആണ്. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടി പറയാം. ടോട്ടൽ 100% വോട്ട്, അതിൽ 8% ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ല. അതിൽ അപ്പൊ ബാക്കി 92% വോട്ടേ ഉള്ളൂ. അതിൽ 48% ആണ് വിന്നിംഗ് കാൻഡിഡേറ്റിന്. അപ്പൊ ലോസ് ആയ ആൾക്ക് ബാക്കിയുള്ള 44 അല്ലെ. 48 + 44 എന്ത് വരും? 92 വരും. ഓക്കെ, 4% വോട്ടിനാണ് ആര് ജയിച്ചത്? വിന്നിംഗ് കാൻഡിഡേറ്റ് ജയിച്ചത്. അപ്പൊ 4%ന്റെ പേരിലാണെന്ത് 1700. അപ്പൊ ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത് എത്ര പെർസെന്റേജാ? 100% ആണ് അല്ലെ. അപ്പൊ 25,500 ആണ് ടോട്ടൽ വോട്ട്. ഓക്കെ, തേർഡ് ഓപ്ഷൻ ആണ് എന്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ 6 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനോട് പോവാം. 7ാമത്തെ ക്വസ്റ്റ്യനോട് പോവാം. ഓക്കെ, അപ്പോ അടുത്ത ഒരു ചോദ്യം നോക്കാം. 7ാമത്തെ ചോദ്യം.
In a government scheme, if an electricity bill is paid before the due date, one get a reduction of 5% on the amount of the bill. By the paying the bill before the due date, a person got a reduction of the 20. The amount of his electricity bill was. എന്താ ചോദ്യം എന്താ? വളരെ സിമ്പിൾ ചോദ്യമാണ്, ഒന്നുമില്ല. ഒരു ഇലക്ട്രിസിറ്റി ബില്ല് അഥവാ ഡ്യൂ ഡേറ്റിന് മുമ്പ് ആ ബില്ല് അടച്ചാൽ 5%, നമ്മുടെ ബില്ലിന്റെ 5% ഡിസ്കൗണ്ട് ലഭിക്കും, ഡിസ്കൗണ്ട് റിഡക്ഷൻ ലഭിക്കും. ഓക്കെ, ഡ്യൂ ഡേറ്റിന് മുമ്പ് അടച്ചാൽ. ഓക്കെ, അങ്ങനെ ഒരാൾക്ക് ലഭിച്ച റിഡക്ഷൻ ആണെന്ത്? 20 രൂപ. അങ്ങനെയാണെങ്കിൽ അയാളുടെ ബിൽ എമൗണ്ട് എത്രയാണെന്നാണ് ചോദ്യം. സിമ്പിൾ ആണ് അല്ലെ? ഇവിടെ എത്ര പെർസെന്റേജ് ആണ് നമ്മുടെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ റിഡക്ഷൻ? 5% ആണ്. അപ്പൊ ഡ്യൂ ഡേറ്റിന് മുമ്പ് അടച്ചാൽ 5% ഡിസ്കൗണ്ട് ലഭിക്കും അല്ലെങ്കിൽ റിഡക്ഷൻ ലഭിക്കും. ആ റിഡക്ഷൻ, ഒരാളുടെ റിഡക്ഷൻ ആണെന്ത്? 20 രൂപ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബിൽ എത്ര പെർസെന്റേജ്? 100% കാണാം. 100% അല്ലെ? 5 × 4 ആണ് 20. അപ്പോ 100 × 4 100% എന്തായിരിക്കും? 100 × 4 400 ആയിരിക്കും. ഓക്കെ, അപ്പൊ അയാളുടെ ബിൽ എമൗണ്ട് എത്രയായിരിക്കും? രണ്ടാമത്തെ ഓപ്ഷൻ 400 എന്നുള്ളതായിരിക്കും എന്ത്? കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഒരു ഗവൺമെന്റ് സ്കീം അനുസരിച്ച് ഇലക്ട്രിസിറ്റി ബില്ല് ഡ്യൂ ഡേറ്റിന് മുമ്പ് അടച്ചാൽ 5% റിഡക്ഷൻ ലഭിക്കും. അങ്ങനെ ഒരാൾ കിട്ടിയ റിഡക്ഷൻ ആണെന്ത്? 20 രൂപ. അപ്പോ 5% പേരാണെന്ത്? 20 രൂപ. അപ്പൊ 100% എന്ത് വരും? 400 രൂപ വരും. അതായിരിക്കും എന്ത്? നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, ഇലക്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടു. ഏത് ടൈപ്പ്? ഇലക്ഷൻ ടൈപ്പ് കണ്ടു. വീണ്ടും ഇലക്ഷൻ ടൈപ്പ് ചോദ്യങ്ങൾ വരികയാണ്. അഥവാ കഴിഞ്ഞ കുറച്ച് റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇലക്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ആൻ ഇലക്ഷൻ ബിറ്റ്വീൻ ടു കാൻഡിഡേറ്റ് 80% ഓഫ് ദി എലിജിബിൾ വോട്ട് കാസ്റ്റ് ദിയർ വോട്ട്. അല്ലെ, രണ്ട് കാൻഡിഡേറ്റ് തമ്മിലുള്ള ഇലക്ഷനിൽ 80% എലിജിബിൾ ആയ ആൾക്കാരിൽ അഥവാ വോട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരിൽ 80% ആൾക്കാരെ വോട്ട് ചെയ്തുള്ളൂ. ഓക്കെ, പക്ഷെ അതിൽ 5% ഓഫ് ദി വോട്ട് കാസ്റ്റ് വാസ് ഡിക്ലെയർഡ് ഇൻവാലിഡ്. അതിൽ തന്നെ 5% ആൾക്കാരുടെ വോട്ട് എന്തായി? ഇൻവാലിഡ് ആയി. ഓക്കെ, 5% ആൾക്കാരുടെ വോട്ട് ഇൻവാലിഡ് ആയി. എ കാൻഡിഡേറ്റ് ഗോട്ട് 10,545. ഒരു കാൻഡിഡേറ്റിന് 10,545 വോട്ട് കിട്ടി. which were 75% of the total valid vote. അത് ടോട്ടൽ വാലിഡ് വോട്ടിന്റെ 75% ആയിരുന്നു. ഓക്കെ, ഫൈൻ ടോട്ടൽ നമ്പർ ഓഫ് എലിജിബിൾ വോട്ട്. ഓക്കെ, നമുക്ക് വേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് എലിജിബിൾ വോട്ടാണ്. എത്ര വോട്ട് അവിടെ ഉണ്ട്, എലിജിബിൾ ആയിട്ട് എത്ര വോട്ട് ഉണ്ട്. അതായത് 100 യൂണിറ്റിന് മേലാണ് കാണേണ്ടി വരിക. നമ്മൾ സാധാരണ എടുക്കുന്നത് എങ്ങനെ എടുക്കുക? ടോട്ടൽ വോട്ട് 100 ആക്കി എടുക്കും. ടോട്ടൽ വോട്ട് എത്ര ആക്കി എടുക്കും? 100 ആക്കി എടുക്കും. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാറുള്ളത്. അതിൽ 80% ആൾക്കാർ എലിജിബിൾ, ഇത്ര ആൾക്കാർ എലിജിബിൾ ആണ്. 100 പേര് എന്തിനാണ്? ഈ വോട്ട് ചെയ്യാൻ എലിജിബിൾ ആണ്. ഓക്കെ, അതിൽ 80% ആൾക്കാരെ വോട്ട് ചെയ്തുള്ളൂ. അപ്പൊ 100ന്റെ 80% എന്ന് പറയുമ്പോൾ 80 ആൾക്കാരെ വോട്ട് ചെയ്തുള്ളൂ. ഓക്കെ, അതിൽ 5% ആൾക്കാരെ വോട്ട് എന്തായി? ഇൻവാലിഡ് ആയി. ഓക്കെ, അപ്പൊ 5% ആൾക്കാരുടെ വോട്ട് ഇൻവാലിഡ് എന്ന് പറയുമ്പോൾ 80ന്റെ 100ന്റെ 5% അല്ല, 100ന്റെ 5% അല്ല, ഈ വോട്ട് ചെയ്ത 80ന്റെ 5%. എന്താ 80ന് 5%? 80ന്റെ 10%, 8, 5%, 4. 80 - 4 എന്ത് വരും? 76. ഓക്കെ, അപ്പൊ 76 വോട്ടേ ഇപ്പൊ അവിടെ ഉള്ളൂ. ഓക്കെ, 76 വോട്ടേ അവിടെ ഉള്ളൂ. അതില് ഒരാൾക്ക് എ എന്ന കാൻഡിഡേറ്റിന് 1045 വോട്ട് കിട്ടി. അത് എത്ര പെർസെന്റേജ് ആയിരുന്നു? 75% ആയിരുന്നു. ഓക്കെ, 75%. മക്കളെ 75%ന്റെ ഫ്രാക്ഷൻ വാല്യൂ എന്താണ്? 3/4 ആണ്. 75%ന്റെ ഫ്രാക്ഷൻ വാല്യൂ 3/4 ആണ്. അപ്പൊ 76ന്റെ 75% എന്ന് പറയുമ്പോൾ 76ന്റെ 3/4 ആണ് ആര് കിട്ടിയിട്ടുണ്ടാവുക? എ കിട്ടിയിട്ടുണ്ടാവുക. അല്ലാതെ 100ന്റെ 75% അല്ല. ഇവിടെ 75 അല്ല വരിക. ശരിക്കും ശ്രദ്ധിക്കുക. 80ന്റെ 75% അല്ല, അതും അല്ല ഇവിടെ വരിക. ഇവിടെ വരിക എന്താണ്? ഈ 76ന്റെ 75% ആണ് വരിക. മനസ്സിലായല്ലോ? ആദ്യം ടോട്ടൽ വോട്ട് 100 ഉണ്ട്. അതിൽ അഥവാ എലിജിബിൾ ആയിട്ടുള്ള 100 പേരുണ്ട്. അതിൽ 80% ആൾക്കാരെ വോട്ട് ചെയ്തുള്ളൂ. ഞാൻ ജസ്റ്റ് 100 വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിൾ ചെയ്യാൻ പറ്റും. 80% ആൾക്കാരെ വോട്ട് ചെയ്തുള്ളൂ. ഓക്കെ, അപ്പൊ 80 ആൾക്കാരെ വോട്ട് ചെയ്തുള്ളൂ. അതിൽ 5% ആൾക്കാരുടെ വോട്ട് എന്താണ്? ഇൻവാലിഡ് ആണ്. അപ്പൊ 80ന് 5% എന്ന് പറയുമ്പോൾ 4 ആൾക്കാരുടെ വോട്ട് ഇൻവാലിഡ് ആണ്. അപ്പൊ 76 ആൾക്കാരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഈ 76ൽ 75% എന്താ? എ എന്ന കാൻഡിഡേറ്റ് കിട്ടിയത്. അപ്പൊ 76ന്റെ 75% എന്താണ്? 75% നമുക്ക് 3/4 ആണ്. 76ന്റെ 3/4 എന്ത് വരും? 3/4 എന്ത് വരും?
76ന്റെ പകുതി 38, 39, 19 × 3 എന്ത് വരും? 57. ഓക്കെ, അപ്പൊ എ എന്ന കാൻഡിഡേറ്റിന് കിട്ടിയത് 57 ആണ്. ഓക്കെ, എ എന്ന കാൻഡിഡേറ്റിന് കിട്ടിയത് 57 ആണ്. അപ്പൊ ബാക്കി എന്താ ബിക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? 57. ബാക്കി ബിക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? ടോട്ടൽ 76 വോട്ടല്ലേ? അത് നോക്കേണ്ട ആവശ്യമില്ല. ബിക്ക് എത്ര കിട്ടിയെന്ന് നോക്കേണ്ട ആവശ്യമില്ല. 76 മൈനസ് 57 ആണ് ബി കിട്ടിയത്. 57 3 60, 60 10 70 70 6 76 19 യൂണിറ്റ് ആണ് ആര് കിട്ടിയിട്ടുണ്ടാവുക? ബി കിട്ടിയത്. അത് നോക്കേണ്ട ആവശ്യമില്ല. അതോടെ നിൽക്കട്ടെ. ഇവിടെ 100545 വോട്ടാണ് ആര് കിട്ടിയിട്ടുള്ളത്? എക്ക് കിട്ടിയിട്ടുള്ളത്. അഥവാ 57 യൂണിറ്റിന്റെ വാല്യൂ ആണെന്ത്? 10,545. 57 യൂണിറ്റിന് വാല്യൂ എക്ക് കിട്ടിയത് 57 യൂണിറ്റ് ആണ്. ആ 57 യൂണിറ്റിന് വാല്യൂ ആണ് 10,545. നമുക്ക് വേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് എലിജിബിൾ വോട്ട്. ടോട്ടൽ നമ്പർ ഓഫ് എലിജിബിൾ വോട്ട് എത്ര യൂണിറ്റാ? 100 യൂണിറ്റ് ആണ്. 100 യൂണിറ്റ് ആണ് നമുക്ക് വേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് എലിജിബിൾ വോട്ട് 100 യൂണിറ്റ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോ എന്ത് ക്യാൻസൽ ആക്കാം? നമുക്ക് ഇങ്ങനെ വരും അല്ലെ? 57 യൂണിറ്റ് 10,545 ആണെങ്കിൽ 100 യൂണിറ്റ് എന്താണ്? 57 യൂണിറ്റ് 10,545 ആണെങ്കിൽ 1 യൂണിറ്റ് എന്താ? 10,545 ഡിവൈഡഡ് ബൈ 57. ഇത്രയാണ് 1 യൂണിറ്റ്. 100 യൂണിറ്റ് ആണെങ്കിൽ ഇൻറ്റു 100 കാണേണ്ടി വരും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. നമുക്ക് എന്ത് വെച്ച് ക്യാൻസൽ ആക്കാം? 57 വെച്ച് ഇത്രയും ക്യാൻസൽ ആക്കാം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? 3 വെച്ച് ക്യാൻസൽ ആക്കാം. അപ്പൊ അതൊക്കെ ക്യാൻസൽ ആക്കി വരും. ഇവിടെ 3 3 9, 15 5 3 15, ഇവിടെ 1 3 3, വീണ്ടും 15 5 3 15, ഇവിടെ 1 3 3 27, 9 3 27, 19 വന്നു. 19 വെച്ച് ക്യാൻസൽ ആക്കുമ്പോൾ 2 19 എല്ലാവരും 19 വരുള്ളൂ. ബാക്കി 19 1 20, 20 10 30 35, 15 1 16, 116 19 161, 161 8 ആണോ 7 നോക്കിയാൽ മതി. ഓക്കെ, 161 ഇവിടെ. 19 × 8 തന്നെ ആവാൻ ചാൻസ്. 9 ടൈപ്പ്, കാരണം 8 ആണ് കൂടുതൽ. 72ക്ക് 2 ഇഷ്ടം 7, 8ഉം 7ഉം 15, 152. ഓക്കെ, അപ്പോ 8 എണ്ണം വരുമ്പോ 152 ആവും. 152ഉം 152ഉം 10 അല്ല 9 95. 95 എത്ര ഉണ്ട്? 95 എത്ര? 19 ഉണ്ട്. 5 19 കറക്റ്റ് 5 ആണ് വരിക. അപ്പൊ 185 വരും. 185 × 100 185 0 0. ഓക്കെ, 18,500 ആണെന്ത് നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എഴുതണം. നിങ്ങളുടെ 75% എന്നൊക്കെ പറയുമ്പോൾ ഈ 100ന്റെ 75% എടുക്കരുത്. ഓക്കെ, ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഒന്നുമില്ല, എത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കുക മക്കളെ. അഥവാ ആദ്യത്തെ വോട്ട്, ആദ്യമുള്ള വോട്ട് 100 വോട്ടാണെന്ന് എടുക്കുകയാണ്. അതിൽ 80% ആൾക്കാരെ വോട്ട് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ 80 ആൾക്കാരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. അതിൽ 5% ആൾക്കാരുടെ വോട്ട് ഇൻവാലിഡ് ആണ്. അപ്പോ 80ന് 5% 4, അപ്പൊ 4 പോയാൽ 76 വോട്ടേ ഉള്ളൂ. ആ 76 വോട്ടില് വിന്നിംഗ് കാൻഡിഡേറ്റിന് കിട്ടിയത്, സോറി വിന്നിംഗ് ആണോ ലോസ് ആണോ അത് നോക്കാം, വിന്നിംഗ് തന്നെ ആയിരിക്കും. ഓക്കെ, 75% ആണ് കിട്ടിയത്. ഒരാൾക്ക് കിട്ടിയത്, എ എന്ന ആൾ കിട്ടിയത് 75% ആണ്. അപ്പൊ 76ന്റെ 75% എന്താ വരിക? 76 × 3/4, 76 × 3/4, അത് 57 വരും. 57 57 ഓൾറെഡി കണ്ടതാണ്. 57 യൂണിറ്റ്. ഈ 57 യൂണിറ്റിന്റെ വാല്യൂ ആണ് എന്ത്? 10,545. നമുക്ക് വേണ്ടത് ടോട്ടൽ എലിജിബിൾ വോട്ടാ. എത്ര യൂണിറ്റാ? 100 യൂണിറ്റ് ആണ്. ഓക്കെ, ടോട്ടൽ എലിജിബിൾ 100 യൂണിറ്റ് ആണ്. പക്ഷെ അതില് 80% ആൾക്കാർ ചെയ്തിട്ടുള്ളൂ. അതൊക്കെ പിന്നെ ശരിയാണ്. പക്ഷെ ടോട്ടൽ എലിജിബിൾ വോട്ട് എന്ന് പറഞ്ഞാൽ എന്താ കാണേണ്ടത്? 100 യൂണിറ്റ് ആണ് കാണേണ്ടത്. അപ്പൊ എന്താ വരിക? നമ്മുടെ ആൻസർ 18,500 നമ്മൾ ഓൾറെഡി കാൽക്കുലേഷൻസ് ചെയ്തതാണ്. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ ആണ് എന്ത് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആയി വിചാരിക്കുന്നു, സെറ്റ് ആയി വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോവാം. 9ാമത്തെ ചോദ്യം. 70% of students in a class are girls and 70% of girls have chosen scooter as their favorite sport. Okay, sorry, scooter അല്ല, soccer, sorry ട്ടോ. Soccer as their favorite sport. Okay. If 98 girls have chosen soccer as their favorite sport, what is the total number of students in the class? Okay. അതാ ഒരു ക്ലാസ്സിലെ 70% സ്റ്റുഡൻസ് എന്താണ്? ഗേൾസ് ആണ്. അതിൽ 70% ആൾക്കാര് സോക്കർ എന്ന ഒരു ഗെയിം ഫേവറേറ്റ് സ്പോർട്ടായിട്ട് ചൂസ് ചെയ്തു. അങ്ങനെ സോക്കർ ഫേവറേറ്റ് സ്പോർട്ടായിട്ട് ചൂസ് ചെയ്ത ആൾക്കാര് 98 ഗേൾസ് ആയിരുന്നു.
അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന ചോദ്യം. അപ്പൊ നമ്മൾ എന്തെടുക്കാം, ആ ക്ലാസ്സിൽ ആകെ 100 സ്റ്റുഡൻസ് ആണ് ഉള്ളത് എന്നുള്ള രീതിയിൽ എടുക്കാം. 100 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലതാ. 100 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. അതിൽ 70% ആരാണ്? ഗേൾസ് ആണ്. അഥവാ 70ഉം ഗേൾസ് ആണ്. 100ന്റെ 70% എന്ന് പറയുമ്പോൾ എന്താണ്? 70ഉം ഗേൾസ് ആണ്. അവരില് 70% എന്ത് സോക്കർ ഫേവറേറ്റ് സ്പോട്ട് ആയിട്ട് ചൂസ് ചെയ്തത്. ഓക്കെ, 100 ടോട്ടൽ സ്റ്റുഡൻസ് 100, അതിൽ 70% ഗേൾസ് ആണ്. അവരിൽ 70% സോക്കർ ഫേവറേറ്റ് സ്പോട്ട് ആയിട്ട് ചൂസ് ചെയ്തത്. അപ്പൊ 70ന്റെ 70% എന്താ? 70ന്റെ 10% 7, 70% 49. 70% 49. ക്ലിയർ അല്ലേ? ഓക്കെ. If 98 girls have chosen soccer as their favorite sport, അല്ലെ, 98 ഗേൾസ് ആണ് സോക്കർ അവരുടെ ഫേവറേറ്റ് സ്പോട്ട് ആയിട്ട് ചൂസ് ചെയ്തത്. അഥവാ ഈ 49 യൂണിറ്റിന്റെ വാല്യൂ ആണെന്ത്? 98. 49 × 2 98. അപ്പൊ ടോട്ടൽ സ്റ്റുഡൻസ് എത്ര യൂണിറ്റാ? 100 യൂണിറ്റ്. 100 × 200 വരും. സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ, ഓപ്ഷൻ 4 ആണെന്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? 4ാമത്തെ ഓപ്ഷൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആയി വിചാരിക്കുന്നു, ഓക്കെ ആയി വിചാരിക്കുന്നു, സെറ്റ് ആയി വിചാരിക്കുന്നു. ഓക്കെ, ഒരിക്കൽ കൂടി ഞാൻ പറയാം, സിമ്പിൾ ആണ്, ഒന്നുമില്ല മക്കളെ. ആദ്യം 100 ആക്കി എടുക്കുക. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലതാണ്. ആദ്യം 100 ആക്കി എടുക്കുക. അതിൽ 70% ഗേൾസ്. അപ്പൊ 70 ഗേൾസ്. ഇതിലെ 70% ആണെന്ത്? എന്താ സോക്കർ ഫേവറേറ്റ് സ്പോട്ട് ആയിട്ട് ചൂസ് ചെയ്തത്. അപ്പൊ 70ന്റെ 70% എന്താ? 10% 7, അപ്പൊ 70% 49. ഓക്കെ, ആ എണ്ണമാണ് 98. 49 യൂണിറ്റിന്റെ വിലയാണ് 98. 49 × 2 98. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 100 × 200 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ 4 ആണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ 9ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആയി വിചാരിക്കുന്നു, സെറ്റ് ആയി വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. The population of a village is 9,000. The annual birth rate is 12.5% and annual death rate is 2.5%. Calculate the population after 3 years. ഒന്നുമില്ല, ഒരു വില്ലേജിലെ പോപ്പുലേഷൻ എന്താണ്? ഇപ്പോഴത്തെ പോപ്പുലേഷൻ 9,000 ആണ്. അവിടുത്തെ ആനുവൽ ബർത്ത് റേറ്റ് 12.5% ആണ്. ആനുവൽ ഡെത്ത് റേറ്റ് 2.5% ആണ്. അപ്പോ ഇവിടെ ടോട്ടൽ കമ്പൈൻഡ് റേറ്റ് എന്തായിരിക്കും? ബർത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ കൂടുക, ഇൻക്രീസ് ആവാം, പോപ്പുലേഷൻ ഇൻക്രീസ് ആവാണല്ലോ. ഡെത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ കുറയും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബർത്ത് റേറ്റ് പോസിറ്റീവും ഡെത്ത് റേറ്റ് നെഗറ്റീവ് ആയിട്ട് എടുക്കുക, അല്ലെ. ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാല് 12.5% ആണ്. ഡെത്ത് റേറ്റ് 2.5% ആണ്. ഓക്കെ, ബർത്ത് റേറ്റ് പോസിറ്റീവും ഡെത്ത് റേറ്റ് നെഗറ്റീവ് ആക്കി എടുക്കുക. അപ്പൊ 12.5 - 2.5 എന്ത് വരും? 10% ആയിരിക്കും നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല, റേറ്റ്. അഥവാ 10% കൂടിപ്പോകും. കാരണം ബർത്ത് റേറ്റ് അല്ലേ കൂടുതല്, അതുകൊണ്ട് ഇവിടെ ഇൻക്രീസ് ആണ്. എന്തായാലും പോപ്പുലേഷൻ എന്താ ഉണ്ടാവുക? ഇൻക്രീസ് ഉണ്ടാവുക. എത്ര ഇൻക്രീസ്? ഓരോ വർഷവും 10% ഇൻക്രീസ് ആണ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ബർത്ത് റേറ്റ് 12.5% ആണ്, ഡെത്ത് റേറ്റ് 2.5% ആണ്. അപ്പൊ ടോട്ടൽ ഇൻക്രീസ് കാണാൻ ബർത്ത് റേറ്റ് മൈനസ് ഡെത്ത് റേറ്റ് 12.5 - 2.5 അഥവാ 10%. അഥവാ ഓരോ വർഷവും 10% ഇൻക്രീസ് ആണ് ഇതിലുണ്ടാവുക, പോപ്പുലേഷനിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ പോപ്പുലേഷൻ എത്രയാ? 9,000. ഓക്കെ, ഒന്നാമത്തെ വർഷം 10% കൂടി. മക്കളെ 10% കൂടി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? 10% എന്ന് പറയുമ്പോൾ എന്താണ്? 1/10 ആണ്. 10% കൂടി എന്ന് പറയുമ്പോൾ 11/10 കൊണ്ട് ഗുണിക്കുക ഒന്നാമത്തെ വർഷം. വീണ്ടും 11/10 കൊണ്ട് ഗുണിക്കുക രണ്ടാമത്തെ വർഷം. വീണ്ടും 11/10 കൊണ്ട് ഗുണിക്കുക മൂന്നാമത്തെ വർഷം. ഇങ്ങനെ 3 പ്രാവശ്യം 11/10 കൊണ്ട് ഗുണിക്കണം. 3 പ്രാവശ്യം എന്തുകൊണ്ട് ഗുണിക്കണം? 11/10 കൊണ്ട് ഗുണിക്കണം. എങ്കിലേ 3 ഇയർ കഴിഞ്ഞാലുള്ള പോപ്പുലേഷൻ കിട്ടുള്ളൂ. ക്ലിയർ അല്ല? അപ്പൊ ഇവിടെ സീറോസ് ക്യാൻസൽ ആകാം. ഇവിടെ 0 ക്യാൻസൽ, ഈ 0 ക്യാൻസൽ, ഇവിടെ 0 ക്യാൻസൽ. 11 × 11 = 1331. അപ്പൊ ഇങ്ങനെ വരിക 9 × 1331 വരും. ഓക്കെ, 1 9 9 3 9 27 ഇഷ്ടം 2 3 9 27 27 2 29 9 ഇഷ്ടം 2 1 9 9 9 2 11. ഓക്കെ, 11,979 സെക്കൻഡ് ഓപ്ഷൻ ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ബർത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ആണ്. അപ്പൊ 12.5% ഇൻക്രീസ്. ഡെത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ ഡിക്രീസ് ആണ്, 2.5% ഡിക്രീസ്. അപ്പൊ കമ്പൈൻഡ് ആയിട്ട്
12.5 മൈനസ് 2.5 10% ഇൻക്രീസ്. അപ്പൊ ഇപ്പോഴത്തെ പോപ്പുലേഷൻ 9,000 ആണെങ്കിൽ ഓരോ വർഷവും 10% വെച്ച് കൂടും. അപ്പൊ 10% വെച്ച് കൂടും എന്ന് പറയുമ്പോൾ 11/10 കൊണ്ട് ഗുണിക്കുക ചെയ്യുന്നത്. ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ 10% ഇൻക്രീസ് എന്ന് പറയുമ്പോൾ റേഷ്യോ മാത്രം ഉപയോഗിച്ച് 10 ഉള്ളത് 11 ആവും ഒന്നാമത്തെ വർഷം, വീണ്ടും 10 ഉള്ളത് 11 ആവും രണ്ടാമത്തെ വർഷം, വീണ്ടും 10 ഉള്ളത് 11 ആവും മൂന്നാമത്തെ വർഷം. ഓക്കെ, ഇതിൽ 10 × 10 × 10 എന്താ 1000. ഓക്കെ, 10 × 10 × 10 അത് 1000. അതിന്റെ വാല്യൂ ആണ് 9000. അങ്ങനെയാണെങ്കിൽ 11 × 11 × 11 1331. അതിന്റെ വാല്യൂ എന്താണ് ഇത് കാണാം. അപ്പോൾ 1000 × 9 അല്ലേ 9000. അതേപോലെ 1331 × 9 കാണാം. അപ്പൊ 11,979. സെക്കൻഡ് ഓപ്ഷൻ ആണ് എന്ത് ഈ ഒരു 10th ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ ആയി വിചാരിക്കുന്നു, സെറ്റ് ആയി വിചാരിക്കുന്നു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. 11ാമത്തെ ചോദ്യം വീണ്ടും ഇലക്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ആൻ ഇലക്ഷൻ ബിറ്റ്വീൻ ടു കാൻഡിഡേറ്റ് Ravi get 65% of the total valid vote. The total vote were 6,000. What is the number of valid vote that other candidates Sushil get if 25% of total vote were invalid? മക്കളെ ഇവിടെ ടോട്ടൽ വോട്ട് ശ്രദ്ധിക്കട്ടോ. ടോട്ടൽ വോട്ട് എത്രയാ 6000 ആണ്. അതിൽ 25% ഇൻവാലിഡാ അല്ലെ, 25% ഇൻവാലിഡ് ആണ്. അപ്പൊ 6000ന്റെ 25% ഇൻവാലിഡ്. 25% എന്ന് പറയുമ്പോൾ എന്താണ് 1/5 സോറി 1/4 25/100 അല്ലെങ്കിൽ 1/4 ഇൻവാലിഡ് ആണ്. അപ്പൊ എത്ര വരും 6000/4 3000 1500 1500 വോട്ട് ഇൻവാലിഡാ. ഓക്കെ, അപ്പൊ ടോട്ടൽ വോട്ട് 6000ൽ 1500 വോട്ട് ഇൻവാലിഡ് ആണെങ്കിൽ 6000 മൈനസ് 1500 4500 വോട്ട് മാത്രമേ അവിടെ ഉള്ളൂ, പോൾ ചെയ്തിട്ടുള്ളൂ അല്ലെ. 4500 വോട്ട് മാത്രമേ അവിടെ പോൾ ചെയ്തിട്ടുള്ളൂ അല്ലെ. ഇപ്പൊ വിന്നിംഗ് കാൻഡിഡേറ്റിനും തോറ്റ കാൻഡിഡേറ്റിനും കിട്ടുക ഈ ഒരു 4500 വോട്ട് എന്നാണ്, അല്ലാതെ 6000 വോട്ട് എന്നല്ല. ശരിക്കും മനസ്സിലാക്കുക, ആ കാര്യം മനസ്സിലാക്കുക. 6000 എന്ന് പറയുന്നത് എന്താണ് ടോട്ടൽ വോട്ടാണ്. ഈ 6000ന്റെ 65% രവിക്ക് കിട്ടും, അങ്ങനെയല്ല, അങ്ങനെ ഒരിക്കലല്ല. കാരണം എന്താ ഈ 6000ത്തില് 25% വോട്ട് എന്താണ് ഇൻവാലിഡ് ആണ്. ശ്രദ്ധിക്കണം. അഥവാ 25% എന്താണ് 1500 ഇൻവാലിഡ് ആണ്. അപ്പൊ 6000 മൈനസ് 1500 4500. ഈ 4500ന്റെ 65% ആർക്ക് കിട്ടുക രവിക്ക് കിട്ടുക. അപ്പൊ രവിക്ക് 65% കിട്ടും 65%. എന്തിന്റെ 4500ന്റെ. പിന്നെ അടുത്ത ആൾ ആരാണ് സുശീൽ. സുശീലിന് ബാക്കിയുള്ള ടോട്ടൽ എന്താ 100 ആണെങ്കിൽ ബാക്കിയുള്ള 35% ആണ് ആർക്ക് കിട്ടുക സുശീലിന് കിട്ടുക അല്ലെ. ടോട്ടൽ 100 ആവുമ്പോ ബാക്കിയുള്ള 35% ആണ് ആർക്ക് കിട്ടുക സുശീലിന് കിട്ടുക. ഓക്കെ, അപ്പോ എന്താണ് എന്തിന്റെ 4500ന്റെ. അപ്പൊ 4500 35% ആണ് അതർ കാൻഡിഡേറ്റ് ആയിട്ടുള്ള സുശീലിനെ കിട്ടിയിട്ടുണ്ടാവുക. 4500ന്റെ 35%. അപ്പൊ 4500 × 35/100 കണ്ടാൽ മതി. അല്ലെങ്കിൽ എങ്ങനെ കാണാം 450 ആണ് 10%, 30%, 450 × 3 രണ്ട് രീതിയിലും കാണാം, പ്രശ്നമൊന്നുമില്ല. 45 × 35 ചെയ്ത് നോക്കൂ. 5 5 25 ഇഷ്ടം 2 4 5 20 20 15 35 2 37 ഇഷ്ടം 3 4 3 12 12 3 15 15 75. ഓക്കെ, 1 5 7 5 1575. തേർഡ് ഓപ്ഷൻ ആണ് എന്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോ ഒരു ഇലക്ഷനിലെ ടോട്ടൽ വോട്ട് 6000 ആയിരുന്നു. അതിൽ 25% വോട്ട് എന്താണ് ഇൻവാലിഡ് ആണ്. അപ്പൊ 6000 25% എന്ന് പറയുമ്പോൾ 6000 1/4 1500 ആണ്. അപ്പൊ 6000 1500 മൈനസ് ചെയ്തിട്ടുള്ള 4500 വോട്ട് തന്നെ ഉള്ളൂ. ഓക്കെ, ആ 4500 വോട്ടില് എന്താ പറയാ രവിക്ക് കിട്ടിയത് 65% ആണ്. ബാക്കിയുള്ള ഈ 4500 ഇപ്പൊ ഇത് 4500 ടോട്ടൽ വോട്ട് പൂൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഉള്ള വോട്ടാ. 1500 നമ്മൾ ഇൻവാലിഡ് ഒഴിവാക്കി 4500 ഇപ്പൊ ഉള്ള വോട്ടാ. 4500ല് 65% രവിക്ക്. പക്ഷെ നമുക്ക് രവിക്ക് വേണ്ടതല്ല വേണ്ടത്, നമുക്ക് ബാക്കി എന്താ പറയാ സുശീലിന് അതർ കാൻഡിഡേറ്റിന് എത്ര കിട്ടിയെന്ന അത് 35% ആണ്. ഇപ്പൊ 4000 35% എന്ത് വരും 1575 വരും. തേർഡ് ഓപ്ഷൻ ആയിരിക്കും എന്ത് ഈ ഒരു 11ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയി വിചാരിക്കുന്നു, സെറ്റ് ആയി വിചാരിക്കുന്നു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോവാം. 12ാമത്തെ ചോദ്യം. A software company has only 3 divisions that have 20, 30 and 40 employees respectively. The working percentage of the during the weekend were 20%, 30% and 40% respectively. Then the working percentage of the entire company during that weekend was approximately ഒരു approximate value എടുത്താൽ മതി
ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ 3 ഡിവിഷൻ ഉണ്ട്. ഒന്നാമത്തെ ഡിവിഷനിൽ 20 എംപ്ലോയീസ് ഉള്ളത്, രണ്ടാമത്തെ ഡിവിഷനിൽ 30 എംപ്ലോയീസ് ആണുള്ളത്, മൂന്നാമത്തെ ഡിവിഷനിൽ 40 എംപ്ലോയീസ് ആണുള്ളത് അല്ലെ. ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ 3 ഡിവിഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഡിവിഷൻസിൽ 20 എംപ്ലോയീസ്, രണ്ടാമത്തെ ഡിവിഷനിൽ 30 എംപ്ലോയീസ്, മൂന്നാമത്തെ ഡിവിഷനിൽ 40 എംപ്ലോയീസ്. ഓക്കെ. വർക്കിംഗ് പെർസെന്റേജ് ഓൺ ദി ഡ്യൂറിംഗ് വീക്കെൻഡ്. വീക്കെൻഡിൽ സമയത്ത് ഒന്നാമത്തെ ഡിവിഷനിൽ നിന്ന് 20% ആൾക്കാർ വർക്ക് ചെയ്യും, രണ്ടാമത്തെ ഡിവിഷനിൽ നിന്ന് 30% ആൾക്കാർ വർക്ക് ചെയ്യും, മൂന്നാമത്തെ ഡിവിഷനിൽ നിന്ന് 40% ആൾക്കാർ വർക്ക് ചെയ്യും. അതാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വർക്കിംഗ് പെർസെന്റേജ് ഓഫ് എൻറ്റയർ കമ്പനി, ആ എൻറ്റയർ കമ്പനിയുടെ വർക്കിംഗ് പെർസെന്റേജ് എന്താണ് ഡ്യൂറിംഗ് ദാറ്റ് വീക്കെൻഡ്. ആ വീക്കെൻഡിലുള്ള എൻറ്റയർ കമ്പനിയുടെ വർക്കിംഗ് പെർസെന്റേജ് എന്താണെന്നാണ് ചോദ്യം. ക്ലിയർ അല്ലേ? അപ്പോ ഒന്നാമത്തെ ഡിവിഷനിൽ 20 പേരാണ് ഉള്ളത്. ഫസ്റ്റ് ഡിവിഷനില് അതില് 20% ആൾക്കാർ വർക്ക് ചെയ്യും എന്തില്? വീക്കെൻഡിൽ. അപ്പൊ 20ന്റെ 20% എന്താ? 10%, 2 20%, 4. ഇനി രണ്ടാമത്തെ ഡിവിഷനിൽ 30 പേരാണുള്ളത്. അതില് 30% വർക്ക് ചെയ്യും ഏതില്? വീക്കെൻഡില്. 30ന്റെ 10%, 3, 30%, 9. ഓക്കെ. മൂന്നാമത്തെ ഡിവിഷനിൽ 40 പേരാണുള്ളത്. അതിന്റെ 40% വർക്ക് ചെയ്യും ഏതില്? വീക്കെൻഡില്. 40% തരും 16. ഓക്കെ. വീക്കെൻഡിൽ ടോട്ടൽ എത്ര പേര് വർക്ക് ചെയ്യും? 16 + 4 + 9 29 പേര് വർക്ക് ചെയ്യും. ഓക്കെ. 29 പേര് വർക്ക് ചെയ്യും. അപ്പോ വീക്കെൻഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പെർസെന്റേജ് വേണ്ടത്. ടോട്ടൽ എത്ര എംപ്ലോയീസ് ഉണ്ട്? 20, 30, 50, 50, 40, 90. ടോട്ടൽ 90 എംപ്ലോയീസ് ആണ് ഉള്ളത്. അതിൽ 29 പേരാണ് വീക്കെൻഡിൽ വർക്ക് ചെയ്യുക. ടോട്ടൽ 90 എംപ്ലോയീസ് ഉണ്ട്. അതിൽ 29 പേരാണ് വീക്കെൻഡിൽ വർക്ക് ചെയ്യുക. വീക്കെൻഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 29 / 90 × 100 ആണ് വരിക. 0, 0 ക്യാൻസൽ ആയിട്ട് വരും. 290 / 9. ഓക്കെ. എന്താ വരിക? 3, 9, 27. ബാക്കി 20ല് 2, 18. അപ്പൊ 32 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻ 4 മാത്രമേ ഉള്ളൂ. ബാക്കി പോയിന്റ് ഒക്കെ വരും. പക്ഷെ നമുക്ക് എന്ത് മതി? ഒരു അപ്രോക്സിമേറ്റ് ആൻസർ മതി. ശ്രദ്ധിക്കുമല്ലോ, ഒരു അപ്രോക്സിമേറ്റ് എന്ത് മതി? ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആൻസർ മതി. അതുകൊണ്ട് ആ പോയിന്റ് എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർത്ത് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ഡിവിഷനിൽ 20 പേര്, രണ്ടാമത്തെ ഡിവിഷനിൽ 30 പേര്, മൂന്നാമത്തെ ഡിവിഷനിൽ 40 പേര്. ഒന്നാമത്തെ ഡിവിഷനിൽ 20% ആൾക്കാർ വർക്ക് ചെയ്യും, രണ്ടാമത്തെ ഡിവിഷനിൽ നിന്ന് 30% ആൾക്കാർ വർക്ക് ചെയ്യും, മൂന്നാമത്തെ ഡിവിഷനിൽ നിന്ന് 40% ആൾക്കാർ വർക്ക് ചെയ്യും. ടോട്ടൽ 29% ആൾക്കാർ എന്ത് വർക്ക് ചെയ്യും? വീക്കെൻഡ് സമയത്ത് വർക്ക് ചെയ്യും. ടോട്ടൽ 90 പേരിൽ 29% ആൾക്കാർ വർക്ക് ചെയ്താൽ എത്ര പെർസെന്റേജ് വർക്ക് ചെയ്യുന്നത് കാണാൻ 29 / 90 × 100 കണ്ടാൽ മതി. ഏകദേശം അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് വേണ്ടത്. നോക്കൂ, അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് വേണ്ടത്. ഏകദേശം 32% ആൾക്കാർ വർക്ക് ചെയ്യും. 4th ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആയി വിചാരിക്കുന്നു, സെറ്റ് ആയി വിചാരിക്കുന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റിനോട് പോവാം. 13ാമത്തെ ചോദ്യം വീണ്ടും ഇലക്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ആൻ ഇലക്ഷൻ ദ വിന്നിംഗ് കാൻഡിഡേറ്റ് റിസീവ് 15,744 votes which are 48% of the electorate. The only other candidate received 92% of the electorate. What was the member who did not vote? Simple ആണ്. വിന്നിംഗ് കാൻഡിഡേറ്റിന് കിട്ടിയത് 15,744 ആണ്. അത് 48% ഓഫ് ഇലക്ടോറേറ്റ് അല്ലെ. എന്താ അവിടെ ഉള്ള വോട്ടിലെ 48% ആയിരുന്നു. അപ്പോ 48%ന്റെ വാല്യൂ ആണെന്ത്? ആ പറഞ്ഞ 15,744. ഓക്കെ. വിന്നിംഗ് കാൻഡിഡേറ്റിന് കിട്ടിയത് 48% ആണ്. അതിന്റെ വാല്യൂ ആണെന്ത്? 15,744. ഓക്കെ. ഇനി അതർ കാൻഡിഡേറ്റിന് കിട്ടിയത് എത്രയാ? 22. അപ്പൊ 48 പ്ലസ് 48 പ്ലസ് 22 എത്ര ആയിട്ടുള്ളൂ? 48, 2, 50, 50, 70% ആയിട്ടുള്ളൂ അല്ലെ. ബാക്കി 30% എന്താ? ബാക്കി 30% ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ല. ബാക്കി 30% ആൾക്കാർ എന്ത് ചെയ്തിട്ടില്ല? വോട്ട് ചെയ്തിട്ടില്ല. നമുക്ക് എന്താ ചോദ്യത്തിൽ എന്താ വേണ്ടത്? വാട്ട് ഇസ് ദ നമ്പർ ഓഫ് മെമ്പർ ഹു ഡിഡ് നോട്ട് വോട്ട്? വോട്ട് ചെയ്യാത്ത ആൾക്കാർ എണ്ണ വേണ്ടത്. അത്ര പെർസെന്റേജാ? 30% ആണ്. അപ്പൊ 48% വാല്യൂ 15,744 ആണെങ്കിൽ 30% എന്താണെന്ന് കണ്ടെത്തേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോ സിമ്പിൾ ആണ്. 48% 15,744 ആണെങ്കിൽ 1% എന്താ വരിക? 15,744 ഡിവൈഡ് ബൈ 48. അപ്പൊ 30% ഇൻറ്റു 30. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? എന്ത് വെച്ച് മനസ്സിലാക്കാം? 12 വെച്ച് മനസ്സിലാക്കാം. ഇവിടെ 4, 12, 48. ഇവിടെയോ 1, 12, 12 പിന്നെ 37, 3, 12, 36, 14, 1, 12, 24, 2, 12. ക്ലിയർ അല്ലേ? പിന്നെ ഇവിടെ 4 വെച്ച് മനസ്സിലാക്കാം. എത്ര 4? 3, 4, 12. ബാക്കി 11, 2, 4, 8, 9, 10, 11, 32, 8, 4, 32. 328. 328 ഇൻറ്റു 30 ചെയ്യാം. 8, 3, 24, 2, 2, 3, 6, 6, 2, 8,
3 3 9 9840 9840 തേർഡ് ഓപ്ഷൻ ആണ് എന്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, 1,00,000 വിന്നിംഗ് കാൻഡിഡേറ്റ് കിട്ടിയത് 15,744 വോട്ടാണ്. അത് 48% ഓഫ് ഇലക്ട്രോറേറ്റ് ആയിരുന്നു, അഥവാ ടോട്ടൽ ഉള്ള വോട്ടിന്റെ 48% അതിന്റെ വാല്യൂ ആണ് എന്ത് 15,744. ഓക്കെ, അപ്പോ 48 പ്ലസ് 22 അല്ലെ, ബാക്കി അതർ കാൻഡിഡേറ്റ് കിട്ടിയത് എത്രയാ 22%. അപ്പൊ 48 പ്ലസ് 22 70% വോട്ടാണ് അവിടെ രണ്ട് കാൻഡിഡേറ്റ് ആയി കിട്ടിയത്. ബാക്കി 30% ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ല. വോട്ട് ചെയ്യാത്ത ആൾക്കാരെ എണ്ണം നമുക്ക് വേണ്ടത് 48% 15,744 ആണെങ്കിൽ 30% എന്ത് വരും 9,840 വരും. തേർഡ് ഓപ്ഷൻ ആണ് ഈ ഒരു 13ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. യെസ്, അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോവാം. 14ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. എ ബൈക്ക് ഈസ് പർച്ചേസ്ഡ് ഫോർ 50,000. Its rate depreciate at a 10% annually. In how many years will its value be 36,450? ഇത് സിമ്പിൾ ചോദ്യമാണ്. ഒരു ബൈക്ക് 50,000 രൂപക്ക് പർച്ചേസ് ചെയ്തു. അതിന്റെ പ്രൈസ് ഓരോ വർഷവും 10% വെച്ച് കുറയും അല്ലെ. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അതിന്റെ വാല്യൂ 36,450 ആവുക എന്നുള്ളതാണ്. രണ്ട് രീതി ചെയ്യാം. ഒന്നാമത്തെ രീതി നമ്മൾ ഓരോ ഓപ്ഷൻ വെച്ച് നോക്കാം. ആദ്യം 2 വർഷങ്ങൾക്ക് ശേഷം എത്ര ആവാ നോക്കുക. അപ്പൊ ആദ്യം 50,000 അല്ലേ, ആദ്യം 50,000 ആണ്. പിന്നെ അതിന്റെ 10% കുറഞ്ഞ എന്ത് വരും 50,000 10% 500, സോറി 500 അല്ല 5,000 അല്ലെ. അപ്പൊ 50,000 5,000 പോയാൽ 45,000 45,000. ഇത് ഒരു വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ വീണ്ടും 10% കുറഞ്ഞ എന്ത് വരും ഈ 45,000 10% എന്താ വരിക 4,500. അപ്പോ 45,000 4,500 പോയാൽ എന്ത് വരും 0 0 15 പോയ 5 0 4 40,500 40,500. അപ്പൊ ഫസ്റ്റ് വർഷത്തിന് ശേഷം 45,500, രണ്ടാമത്തെ വർഷത്തിന് ശേഷം സെക്കൻഡ് വർഷത്തിന് ശേഷം എന്താണ് 40,500 ആവും. ഇപ്പോഴും എന്തിലോട്ട് എത്തിയിട്ടില്ല, നമുക്ക് 36,450 ആവണം. ഇപ്പോഴും 36,450 എത്തിയില്ല. അപ്പൊ സെക്കൻഡ് 2 വർഷങ്ങൾക്ക് ആൻസർ തെറ്റാണ്. ഇനി വീണ്ടും 10% കുറഞ്ഞാൽ ഓക്കെ 40,500 10% എന്താണ് 4,050. അപ്പോ 40,500 നിന്ന് 4,050 കുറക്കുക 4,050. ഓക്കെ, 0 0 0 10 5 പോയാൽ 5, പിന്നെ ഇവിടെ 4 വരും, പിന്നെ ഇവിടെ 0 4 പോകില്ല, 10 4 പോയാൽ 6, 36,450. ഓക്കെ, 36,450. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരിക ശരിക്കും ആൻസർ 3 വരിക, ഫസ്റ്റ് ഓപ്ഷനാ വരിക അല്ലെ. ആദ്യം 50,000 പിന്നെ 10% കുറയും, അപ്പൊ 45,000 ആയി. വീണ്ടും 10% കുറഞ്ഞാൽ എന്താണ് 40,500 ആയി. അപ്പൊ നമ്മള് ഇപ്പൊ 2 വർഷം കൊണ്ട് ആ വാല്യൂട്ട് എത്തൂല. വീണ്ടും 10% കുറക്കുക, അപ്പൊ എന്തായി 36,450 ആയി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മനസ്സിലായി എന്ത് 3 വർഷം കൊണ്ടാണ് എന്ത് ചെയ്യുക ഇത് 36,450 എത്തുക. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിലും ചെയ്യാം. എങ്ങനെ? ഇപ്പോ നമ്മൾ എന്താ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പഠിച്ചത്? ഒരു ഇക്വേഷൻ എമൗണ്ട് ഡിവൈഡ് ബൈ പ്രിൻസിപ്പിൾ. നമ്മൾ ഇത്ര വർഷങ്ങൾക്ക് ശേഷമുള്ള എമൗണ്ട് പ്രിൻസിപ്പിൾ നമ്മൾ റേഷ്യോ കാണാൻ 1 + r/100 all raised to t. T ആണ് ഇവിടുത്തെ ടൈം പീരീഡ്. ഈ ഒരു ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാം. കാരണം ഇവിടെ നമ്മൾ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ പോലെ ആ ഒരു എന്താ റേറ്റ് ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് പോവാൻ 10% വെച്ച് ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് പോവാണ് അല്ലെ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ പോലെ തന്നെയാണ് അല്ലെ. അപ്പൊ ഇത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമായ എമൗണ്ട് ആണെന്ത് 36,450. എത്രയോ വർഷങ്ങൾക്ക് ശേഷമായ എമൗണ്ട് ആണ് 36,450. പ്രിൻസിപ്പിൾ എന്താ? പ്രിൻസിപ്പിൾ ആദ്യമുള്ള വില ആണ് പ്രിൻസിപ്പിൾ ഇവിടെ വരിക 50,000. ജസ്റ്റ് ആ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ 10% കുറയാന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷൻ നോക്കേണ്ട ആവശ്യമില്ല. 10% കുറയാന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം 10% എന്ന് പറഞ്ഞാൽ എന്താണ് 1/10. 10% ഡിപ്രീസിയേറ്റ് അല്ലെ എന്ന് പറയുമ്പോൾ 9/10 വരിക റേഷ്യോ. ആ 9/10 all raised to t എന്നിട്ട് ടിയുടെ വാല്യൂ കാണും. ഓക്കെ, ഇവിടെ 0 0 ക്യാൻസൽ ആക്കാം, 5 വെച്ച് ക്യാൻസൽ ആക്കാം. നമുക്ക് 5 വെച്ച് ക്യാൻസൽ ആക്കുമ്പോൾ ഇവിടെ നോക്കൂ
7 5 35, ബാക്കി 14, 2 5 10, 45 9 ഇവിടെ 1000 വരും. അപ്പൊ 729/1000 ഈസ് ഈക്വൽ ടു 9/10 ഹോൾ റൈസ് ടു ടി. ഓക്കെ, 9ന്റെ ക്യൂബാണ് എന്ത് 729, 10ന്റെ ക്യൂബാണ് 1000. അപ്പൊ ഇങ്ങനെയാണ് വരിക, 729 ഡിവൈഡ് ബൈ 1000 എന്ന് പറഞ്ഞാൽ 9/10 ഹോൾ ക്യൂബ് ആണ്. അതുകൊണ്ട് ടിയുടെ വാല്യൂ എന്ത് കിട്ടി? ടിയുടെ വാല്യൂ എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. 3 അപ്പൊ നമുക്ക് എന്ത് പറയാം? 3 വർഷങ്ങൾക്ക് ശേഷം അല്ലെ, ടിയുടെ വാല്യൂ 3 എന്ന് കിട്ടിയാൽ 3 വർഷങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുക? ഈ 50,000 എന്നുള്ളത് 10% കുറഞ്ഞ് 36,450 ആവുക. ഇതൊരു എന്താ ഇൻട്രസ്റ്റ് പോകുന്ന രീതിയിൽ തന്നെയാണ്, ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കുറഞ്ഞു പോകുന്ന രീതിയിൽ തന്നെയാണ്. ഓക്കെ, ഇവിടെ കുറയാണ്. സാധാരണ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ശരിക്കും കൂടാ ചെയ്യാം, പക്ഷെ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? കുറയാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ യൂസ് ചെയ്യാം. എമൗണ്ട് ഡിവൈഡ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ എന്താ ഏരിയയിലാണ്, പക്ഷെ അത് ഇവിടെയും യൂസ് ചെയ്യാം. എമൗണ്ട് ഡിവൈഡ് ബൈ പ്രിൻസിപ്പൽ ഇസ് ഈക്വൽ ടു 1 + r/100 ഹോൾ റൈസ് ടു ടി. അഥവാ നമുക്ക് 3 വർഷം അല്ല എത്രയോ വർഷങ്ങൾ കഴിഞ്ഞുള്ള ആ ഒരു വാല്യൂ 36,450 ആണ്. ഡിവൈഡ് ബൈ ആദ്യത്തെ വാല്യൂ എന്താ? 50,000. അതേ ഈക്വൽ ടു 10% എന്താണ്? ഡിപ്രീസിയേറ്റ് ആണ് അല്ലെ, കുറയാണ്. അപ്പൊ 9/10 ആണ്. 9/10 ഹോൾ റൈസ് ടു ടി ആണ് ചെയ്യേണ്ടത്. അപ്പൊ 729 ഡിവൈഡ് ബൈ 1000 ഇസ് ഈക്വൽ ടു 50/10 ഹോൾ റൈസ് ടു ടി. അപ്പൊ 729/1000 ഇസ് ഈക്വൽ ടു 50/10 ഹോൾ ക്യൂബ് ആണ് വരിക. ടിയുടെ വാല്യൂ എന്ത് വരും? 3 വരും. അതായിരിക്കും എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആയി വിചാരിക്കുന്നു, സെറ്റ് ആയി വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. 15ാമത്തെ ചോദ്യം. എ ഫാമിലി സ്പെൻഡ് $240 per month to buy sugar. Okay, a rise of 25% in the price of sugar compels the family to reduce the monthly consumption of the sugar by 1.5 kilogram as it's decided to spend the same amount of money on purchase of the commodity. What is the increased price per kilogram of sugar? Okay, ഇതും എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ക്വസ്റ്റ്യൻ എഴുതൂല. ആ സെയിം ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും വന്നിട്ടുള്ളത്. ഒരു 1-2 സെന്റൻസ് ഈ ക്വസ്റ്റ്യൻസ് ചുരുക്കാറുണ്ട്. ഇത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കുറെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പുതിയ വേർഡ്സ് ഒക്കെ ആഡ് ചെയ്തതെന്നുള്ളൂ. ഇത് പണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്നുണ്ട് അല്ലെ. ഇവിടെ എന്താണ്? ഇവിടെ ശരിക്കും ഇങ്ങനെ ചോദ്യം ഞാൻ പറയാം. ഷുഗറിന്റെ പ്രൈസ് 25% കൂടി. ഒരു ഫാമിലി ഷുഗറിന് സ്പെൻഡ് ചെയ്യുന്ന രൂപ എത്രയാ? പൈസ 240 രൂപയാണ് ഒരു മന്തില്. ഷുഗറിന്റെ പ്രൈസ് എന്ത് കൂടി? 25% കൂടി. ഓക്കെ, അപ്പോ ആ ഫാമിലി അവരുടെ മന്ത്ലി കൺസപ്ഷൻ 1.5 കിലോഗ്രാം കുറച്ചു. എന്തിനു വേണ്ടിയിട്ട്? അവര് നേരത്തെ പിന്നെ എന്താ പറയാ, നേരത്തെ അവര് 240 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. ആ സെയിം എമൗണ്ട് തന്നെയാണ് അവർ ഇനിയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ കൂട്ടാനോ കുറക്കാനോ അവർ ഉദ്ദേശിക്കുന്നില്ല. ഷുഗറിന്റെ പ്രൈസ് കൂടിയെന്ന് വിചാരിച്ചിട്ട് അവർ നേരത്തെ എന്താ പറയാ സ്പെൻഡ് ചെയ്ത എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ അവർ വിചാരിക്കുന്നില്ല, അവർ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്തത്? 1.5 കിലോഗ്രാം എന്താ കുറച്ചത്, കൺസപ്ഷൻ കുറച്ചത് അല്ലെ. നമ്മൾ മുമ്പ് ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ഇക്വേഷൻ? പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. അപ്പൊ പ്രൈസ് എന്തായി? 25% ഇൻക്രീസ് ആയി. മക്കളെ 25% ഇൻക്രീസ് അങ്ങനെ ഫ്രാക്ഷൻ നമ്മൾ റേഷ്യോ മുതൽ എഴുതുക. 25% എന്ന് പറയുമ്പോൾ 1/4 ആണ്. 25% ഇൻക്രീസ് ആയി എന്ന് പറയുമ്പോൾ 5 യൂണിറ്റ് ഉള്ളത് 4 യൂണിറ്റ് ഉള്ളത് 5 യൂണിറ്റ് ആവും. 25% ഇൻക്രീസ് ആയി എന്ന് പറയുമ്പോൾ 4 യൂണിറ്റ് ഉള്ളത് 5 യൂണിറ്റ് ആവും. ഓക്കെ, 4 യൂണിറ്റ് ഉള്ളത് 5 യൂണിറ്റ് ആവും. അപ്പൊ കൺസപ്ഷൻ എത്ര കുറക്കണം? നമ്മൾ എക്സ്പെൻഡിച്ചർ എന്താണ്? ഒരു കോൺസ്റ്റന്റ് നിൽക്കണം. അഥവാ 240 ആണ് ആദ്യവും ഇപ്പോഴും 240 തന്നെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ കൺസപ്ഷൻ സ്വാഭാവികമായിട്ടും 5 ഉള്ളത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ വരുള്ളൂ അല്ലെ. 4 ഉള്ളത് 5 ആയി, 5 ഉള്ളത് 4 ആയി. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ വരുള്ളൂ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ പിന്നെന്താ പറയാ, ആ ഫാമിലി 1.5 കിലോഗ്രാം ആണ് കുറച്ചത്. അഥവാ കൺസപ്ഷന് എത്ര കുറച്ചത്? 1.5 കിലോഗ്രാം. അഥവാ 5 യൂണിറ്റുള്ളത് 4 യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആ 1 യൂണിറ്റിന്റെ വാല്യൂ അല്ലെ, 1 യൂണിറ്റല്ലേ കുറഞ്ഞത്. ആ 1 യൂണിറ്റിന്റെ വാല്യൂ ആണെന്ത്? 1.5 കിലോഗ്രാം. എന്താ 1.5 കിലോഗ്രാം. ഓക്കെ, 1 യൂണിറ്റ്. അപ്പോ ആദ്യം 5 യൂണിറ്റ് വാങ്ങി, ഇപ്പൊ 4 യൂണിറ്റേ വാങ്ങുന്നുള്ളൂ.
അപ്പൊ ഇപ്പൊ വാങ്ങുന്ന എത്ര കിലോഗ്രാമാ? 4 യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റ് 1.5 കിലോഗ്രാം ആണെങ്കിൽ 4 യൂണിറ്റ് എന്താ? 4 × 1.5 അഥവാ 6 കിലോഗ്രാം. ഇപ്പൊ വാങ്ങുന്നത് 6 കിലോഗ്രാം ആണ് അല്ലെ? എത്ര രൂപയാ അയാൾ ചെലവാക്കുന്നത്? ആദ്യവും ഇപ്പോഴും അയാൾ ചെലവാക്കുന്നത് എത്ര രൂപയാ? 240 രൂപയാണ്, 240 രൂപയാണ് അല്ലെ? അതുകൊണ്ട് 240 രൂപക്ക് 6 കിലോഗ്രാം വാങ്ങിയാൽ 1 കിലോഗ്രാമിന് വില എന്താ വരിക? 240 ഡിവൈഡ് ബൈ 6 എന്ത് വരും? 40 ആയിരിക്കും. 40 രൂപയായിരിക്കും 1 കിലോഗ്രാമിന്റെ വില. തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. മക്കളെ മനസ്സിലായല്ലോ? ഇവിടെ കൺസപ്ഷൻ കൂടുന്നത് എത്ര യൂണിറ്റാ? 1 യൂണിറ്റാ. അതിന്റെ വാല്യൂ 1.5 കിലോഗ്രാമാ. സോറി, കൺസപ്ഷൻ കുറക്കുന്നത്, പ്രൈസ് കൂടിയപ്പോ കൺസപ്ഷൻ കുറക്കുന്നത് 1 യൂണിറ്റ് ആണ്. അതിന്റെ വാല്യൂ 1.5 കിലോഗ്രാമാ. അപ്പൊ ഇപ്പൊ വാങ്ങുന്നത് എത്ര യൂണിറ്റാ? 4 യൂണിറ്റ് ആണ്. ആ 4 യൂണിറ്റിന്റെ വാല്യൂ എന്ത് വരും? 4 × 1.5. 1 യൂണിറ്റ് 1.5 ആണെങ്കിൽ 4 യൂണിറ്റ് 4 × 1.5 6 കിലോഗ്രാം വരും. ഓക്കെ, അപ്പൊ 240 രൂപക്ക് 6 കിലോഗ്രാം വാങ്ങിയാൽ 1 കിലോഗ്രാമിന്റെ വില 240/6 40 ആണ്. ക്ലിയർ അല്ലേ? 40 ആണ്. 40 രൂപയാണ് എന്ത്? 1 കിലോഗ്രാമിന്റെ വില. ഓക്കെ, ഇനി അയാൾ ആദ്യം എത്ര കിലോഗ്രാം വാങ്ങി എങ്ങനെ കാണാം? ആദ്യം എത്ര കിലോഗ്രാം വാങ്ങി? ആദ്യം 5 യൂണിറ്റ് അല്ലേ? അഥവാ ഈ പ്രൈസ് കൂടുന്നതിന് മുമ്പ് 5 യൂണിറ്റ് വാങ്ങി. ഇവിടെ ആൻസർ 40 ആണ്. 5 യൂണിറ്റ് വാങ്ങി. 1 യൂണിറ്റ് 1.5 ആണെങ്കിൽ 5 യൂണിറ്റ് എന്ന് വരും? 5 × 1.5 7.5 കിലോഗ്രാം. അപ്പൊ അയാൾ ആദ്യം വാങ്ങിയ 7.5 കിലോഗ്രാം ആണ്. അപ്പൊ 1 കിലോഗ്രാമിന്റെ വില എന്താ? അപ്പോഴും അയാൾ യൂസ് ചെയ്യുന്ന എമൗണ്ട് 240 ആണ്. അപ്പോ 1 കിലോഗ്രാമിന്റെ വാല്യൂ 240 ഡിവൈഡ് ബൈ 7.5 32 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ആദ്യത്തെ വില 32 ആണ്. പിന്നെ പ്രൈസ് കൂടി ഇൻക്രീസ് ആയി എന്തായി? 40 ആയി. നമുക്ക് വേണ്ടത് എന്താ? ഇൻക്രീസ്ഡ് പ്രൈസാ. ഇത് രണ്ടും ചോദിക്കാറുണ്ട് കേട്ടോ. റെഡ്യൂസ്ഡ് പ്രൈസ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് പ്രൈസ് ചോദിക്കാറുണ്ട്. ആദ്യത്തെ വില ഒറിജിനൽ പ്രൈസ് ചോദിക്കാറുണ്ട്. ഇവിടെ മക്കളെ ഒറിജിനൽ പ്രൈസ് എന്നാണ് ക്വസ്റ്റ്യനിൽ എങ്കിൽ ഇവിടെ ആൻസർ 32 ആണ്. മനസ്സിലായല്ലോ? അങ്ങനെയും ചോദിക്കാറുണ്ട്. ഒറിജിനൽ പ്രൈസ് ആണെങ്കിൽ 32 ആണ്. പക്ഷെ റെഡ്യൂസ്ഡ് പ്രൈസ് ആകുമ്പോൾ എന്താണ്? ഇവിടെ ആൻസർ എന്താണ്? 40 ആണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം ഞാൻ. പ്രൈസ് 25% എന്തായി? ഇൻക്രീസ് ആയി. അഥവാ 25% 1/4 ആണ്. 25% ഇൻക്രീസ് ആയി എന്ന് പറയുമ്പോൾ 4 ഉള്ളത് 5 ആയി. അപ്പൊ സ്വാഭാവികമായിട്ടും കൺസപ്ഷൻ കുറക്കണം. എങ്ങനെ കുറക്കണം? 5 ഉള്ളത് 4 ആക്കണം അല്ലേ? അഥവാ എത്ര യൂണിറ്റ്? അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ ഒരു എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആയി നിൽക്കുള്ളൂ. ഇവിടെ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് നിൽക്കണം. കാരണം എത്ര നിൽക്കണം? 240 നിൽക്കണം അല്ലെ? അപ്പൊ 1 യൂണിറ്റ് ആണ് അവർ കൺസപ്ഷൻ കുറച്ചത്. ആ 1 യൂണിറ്റിന് വാല്യൂ ആണെന്ത്? 1.5 കിലോഗ്രാം. അപ്പൊ ഇപ്പൊ അയാൾ വാങ്ങുന്നത് എത്ര യൂണിറ്റ്? 4 യൂണിറ്റ്. അത്ര വരും. 1 യൂണിറ്റ് 1.5 കിലോഗ്രാം ആണെങ്കിൽ 4 യൂണിറ്റ് 6 കിലോഗ്രാം. അപ്പൊ ഇപ്പൊ അയാൾ വാങ്ങുന്ന 6 കിലോഗ്രാം ആണ്. അപ്പൊ 1 കിലോഗ്രാമിന്റെ വില 240/6 എന്ത് വരും? 40 രൂപയാണ് 1 കിലോഗ്രാമിന്റെ വില. ഓക്കെ, ആദ്യം എത്രയായിരുന്നു 1 കിലോഗ്രാമിന്റെ വില? ആദ്യം വാങ്ങിയത് അയാൾ 5 യൂണിറ്റ് ആണ്. 5 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 1 യൂണിറ്റ് 1.5 ആണെങ്കിൽ 5 യൂണിറ്റ് 7.5 കിലോഗ്രാം ആണ്. അപ്പൊ 1 കിലോഗ്രാമിന്റെ വില 240/7.5 എന്താണ്? 32 ആണ്. ഇതാണ് ഒറിജിനൽ പ്രൈസ്. ഓക്കെ, ഇതാണ് ഇൻക്രീസ്ഡ്. ഇപ്പൊ ഇൻക്രീസ് ആയ പ്രൈസ്, ഇൻക്രീസ്ഡ് പ്രൈസ്. ചിലപ്പോൾ റെഡ്യൂസ്ഡ് പ്രൈസ് ഉണ്ടാകാറുണ്ട്. ഇവിടെ ഇൻക്രീസ്ഡ് ആണ്, ഇൻക്രീസ്ഡ് പ്രൈസ്. ഓക്കെ, രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഇൻക്രീസ്ഡ് പ്രൈസ് ആണ്. അത് ഓപ്ഷൻ 3 40 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളും കേട്ട കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സോട് കൂടി നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യും. അഥവാ പെർസെന്റേജിൽ ഈ ഒരു ക്ലാസ് കൂടി ഉണ്ടാവും. അതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ടയർ 2 ക്വസ്റ്റ്യൻസ് ആണ്. അഥവാ പെർസെന്റേജ് എന്ന ഏരിയയിൽ നിന്ന് CGL-ന്റെയും CHSL-ന്റെയും ഒക്കെ ടയർ 2 ക്വസ്റ്റ്യൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് അടുത്ത ക്ലാസ്സിൽ വളരെ ഭംഗിയായിട്ട് ചെയ്യും. അതോടുകൂടി എന്ത് ചെയ്യും? പെർസെന്റേജ് അങ്ങ് കംപ്ലീറ്റ് ആക്കും. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളും കേട്ട കാര്യങ്ങളും എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ അത് എന്നെ അറിയിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ അത് അറിയിക്കണം. അത് വെച്ചിട്ടാണ് മുമ്പോട്ട് പോവുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, ഗ്രൂപ്പുകളിൽ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ നോക്കിയാൽ എന്റെ അക്കൗണ്ട് കാണാം. ജസ്റ്റ് നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണോ, എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ അങ്ങനെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്നെ അറിയിക്കണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിലാണ് ക്ലാസ് കാണുന്നതെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്ത് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കണേ. ഓക്കെ, അത് നല്ല അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ടും എന്താ അവിടെ കാണുമ്പോൾ ഒരുപാട് പേര് ചെയ്യാറുണ്ട്, കമന്റ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എന്താ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, അതിനു വേണ്ടി മാത്രം. ഓക്കെ, അതും കൂടി പറയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഇതിന്റെ 3ാമത്തെ പാർട്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.